ഒരു തിരുവെഴുത്ത് വായിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലൊക്കെ പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 45-ൻ്റെ 10-11 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 45-ൻ്റെ 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. വായിച്ചിരിക്കുന്ന മഹത്തര തിരുവചനത്തിനായി കർത്താവിന് മഹത്വം. ബൈബിളിലെ മഹത്തരമായ ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ വാസ്തവത്തിൽ ഗാന സമുച്ചയമാണ്. ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ 3-ാം ഭാഗത്താണ്. പഴയ നിയമം എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന പുസ്തകത്തെ യഹൂദന്മാർ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് കെത്തുബീം. പഴയ നിയമത്തെ വിളിക്കുന്ന പേര് തനാക്ക് എന്നാണ്. തനാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം പഴയ നിയമം എന്നല്ല, നമ്മുടെ പഴയ നിയമം. അവർക്കത് ഒരിക്കലും പഴയ നിയമമോ പുതിയ നിയമമോ അല്ല. ക്രിസ്ത്യൻസിനാണ് അത് ഓൾഡ് ടെസ്റ്റമെന്റ്. ജൂതന്മാർക്ക് ആ പുസ്തകം അറിയപ്പെടുന്നത് തനാക്ക് എന്ന പേരിലാണ്. ഈ തനാക്ക് എന്നും തനാഹ് എന്നും ഉച്ചരിക്കാം. എന്താ ഈ തനാക്ക്? 3 പദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു പദമാണ് തനാഹ്. ആ 3 പദങ്ങൾ ഏതൊക്കെയാ? തോറ, നബി, കെത്തുബി. ഇവയുടെ ആദ്യാക്ഷരങ്ങൾ തോറ അർത്ഥം ന്യായപ്രമാണം, നബീം അർത്ഥം പ്രവാചകന്മാർ, കിത്തുബീം അർത്ഥം എഴുത്തുകൾ. ഹിന്ദി പരിചയമുള്ള കുഞ്ഞുങ്ങൾക്ക് കിതാബ് എന്തെന്ന് മനസ്സിലാകുമല്ലോ. അതിൽ നിന്ന് കിത്തുബീം എഴുത്തുകൾ, പുസ്തകങ്ങൾ, ഗ്രന്ഥച്ചുരുൾ എന്നൊക്കെ അർത്ഥം. ഒന്നുകൂടി കൃത്യമായി വിശദീകരിച്ചാൽ തോറ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള മോശയുടെ 5 പുസ്തകങ്ങളെ തോറ എന്നവർ വിളിക്കും. അതിൻ്റെ അർത്ഥം ദ ലോ, നിയമം എന്നാകുന്നു. ഇനി നബിയും എന്താ? നബി അത് ഏകവചന ശബ്ദമാണ്, അർത്ഥം പ്രവാചകൻ. നബീം എന്ന് വിവക്ഷിച്ചാൽ അർത്ഥം ബഹുവചനമാകും, പ്രവാചകന്മാർ. പ്രവാചകന്മാരെന്ന് പറയുന്നത് യെശയ്യാ, ഇരമ്യ, യെഹെസ്കേൽ, ദാനിയേൽ കൂടാതെ ഇതര ചെറുകൃതികൾ എഴുതിയ പ്രവാചകന്മാരെയും അവരുടെ കാലത്തെ അനുബന്ധ ചരിത്രങ്ങളുണ്ടല്ലോ, രാജാക്കന്മാരും ദിനവൃത്താന്തവും, ഇവയൊക്കെ ചേർത്ത് പറയുന്ന പേരാണ് നബി. 3-ാം ഭാഗമായ കിത്തുബിമിൽ കാവ്യ സ്വഭാവമുള്ള പുസ്തകങ്ങളെ പെടും. അത് യോബ് അഥവാ ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇത്രയും ചേരുന്ന 5 പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് കെത്തുബി അഥവാ എഴുത്തുകൾ. വലിയ സന്തോഷമുള്ള ഒരു ഭാഗമാണ് എഴുത്തുകൾ അഥവാ കെത്തുബി. ആ കെത്തുബീമിലാണ് തെഹ്ലീം എന്ന് വിളിക്കുന്ന ദിവ്യകീർത്തനങ്ങൾ, മനോഹര കാവ്യങ്ങൾ. ആ കാവ്യങ്ങളുടെ എഴുത്തുകാരാരാ? നിങ്ങൾക്കൊരു പ്രധാനിയെ മനസ്സിലാകും, ദൈവപുരുഷനായ ദാവീദ്. നീമുണ്ട് ചിലർ. ഒരാളുടെ പേര് ആസാഫ് എന്നാണ്. ഇനി എസ്രാഹ്യനായ ഏഥാൻ എന്നൊരാളെ കാണുന്നു. ഇനി കോരഹ് പുത്രന്മാർ എന്ന ഒരു വിഭാഗത്തെ കാണുന്നു.
സങ്കീർത്തന കൃതികളിൽ ഇവരെ കൂടാതെ മോശയും അതുപോലെ ശലോമോനും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ അവരൊരു കാവ്യം എഴുതിയിട്ട് ആ കാവ്യം സംശോധന ചെയ്യാൻ, അത് കാവ്യത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെ മാനിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന്, അപ്പം സംഗീതത്തിൻ്റെ ചിട്ടയായ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നുവോ എന്നറിയേണ്ടതിന് സംഗീതം പരിശോധിക്കുന്ന പ്രമാണിമാർ അഥവാ ചീഫ് മ്യൂസീഷ്യൻസ്, മുഖ്യ സംഗീതജ്ഞരും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരാളുടെ പേരാ യെദുഥൂൻ. ദാവീദ് മിക്കപ്പോഴും തൻ്റെ സങ്കീർത്തനങ്ങൾ അഡ്രസ് ചെയ്യുന്നത് യെദുഥൂൻ എന്ന സംഗീത പ്രമാണിക്കാനാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ഹൃദയകാരിയായ മനോഹര കീർത്തനങ്ങളാണ്. അതെനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. ഹൃദയത്തിനുള്ളിൽ നിന്ന് വരുന്ന സംഗീതമുണ്ട്, മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന സങ്കീർത്തനമുണ്ട്, തലക്കുള്ളിൽ നിന്ന് വരുന്ന സങ്കീർത്തനമുണ്ട്. ചില ഘട്ടങ്ങളിൽ മസ്തിഷ്കവും ഹൃദയവും തമ്മിൽ കലാപത്തിലേർപ്പെടാറുണ്ട്. ബുദ്ധി ഒരു വശത്ത്, ഹൃദയം മറ്റൊരു വശത്ത് ആത്മസംഘർഷത്തിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെയും സങ്കീർത്തനം പിറവികൊള്ളും. ഈ കൂടെ വളരെ ഭംഗിയുള്ള ഒപ്പം ഹൃദയകാരിയായ നല്ല സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് സങ്കീർത്തനം 45. അതിലൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അതെങ്ങനെയാണ് കാണുന്നത്? ഒന്നുകൂടി വായിച്ചോളൂ, നമുക്കൊന്ന് പരിചയിച്ചു പോകാം. അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അല്ലയോ കുമാരി കേൾക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ. അവൻ നിന്റെ നാഥനല്ലോ. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ഞാൻ ആവശ്യമെങ്കിൽ ആ വഴി വരും. നമുക്ക് ഇതൊന്ന് വിശദീകരിച്ച് ഗ്രഹിക്കാം. നിങ്ങൾക്ക് സന്തോഷമാണോ? പാസ്റ്റർ ആദ്യം പറഞ്ഞു ഞാനൊരു അധ്യാപകനാണെന്നൊക്കെ പറഞ്ഞ ഒരു ജാമ്യത്തിലാണ് ഇങ്ങനെ ശാന്തമായി സംസാരിക്കുന്നത്. അതിൽ വിരോധം ഉണ്ടാവും. ഇത് വിരോധം ഉണ്ടെങ്കിൽ ഇതൊരു ഉണർവ് യോഗമാക്കി മാറ്റാനായി ചോദിക്കുന്നു. അതെങ്ങനെ ഉണർവാക്കുന്നതെന്നോ? ഇതേ കാര്യമൊക്കെ തന്നെ അല്പം ടോണ് മാറ്റി പറഞ്ഞാൽ മതി. ഹലോ കുമാരി കേൾക്കോ, നോക്കോ, ഗ്ലോറി, ഇങ്ങനൊക്കെ ഒരു ശൈലി മാറ്റണം. അറിയാൻ ചോദിക്കുന്ന ഉണർവും ഇതും തമ്മിൽ ഇത്ര വ്യത്യാസമുള്ളൂ. ഈ കാര്യമൊക്കെ ഒരു വൈബ്രേഷൻ ഇട്ട് പറയുക, അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാനങ്ങനെ പറയാറുണ്ട്. കാരണം ചിലർക്ക് അതാ ഇഷ്ടം. അപ്പം നമ്മളങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം സഹിച്ചോളാം എന്ന് കരുതി നമ്മൾ ഈ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങി. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത അകലെയൊക്കെ നിൽക്കുന്ന ആൾക്ക് കാര്യമൊന്ന് മനസ്സിലാകണം. അതിനാണ് ഇത്രയും ശാന്തമായി പറയുക. ശരി, നമുക്കിനി ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. സങ്കീർത്തനത്തിൻ്റെ ആമുഖമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വളരെ മനോഹരമായ ഒരു വിഷയത്തിലൊക്കെ പോകും. എല്ലാവർക്കും പ്രയോജനപ്പെടും. കൊച്ചു കുഞ്ഞുങ്ങൾക്കടക്കം പ്രയോജനപ്പെടും. എൻ്റെ മക്കളെല്ലാം ഇങ്ങോട്ട് ചോദിച്ചിരിക്കണം. ആ ഫ്രണ്ടിൽ ഇരുന്ന് ബ്രേക്ക് വിട്ടുന്ന ചങ്ങാതി ഇങ്ങോട്ട് നോക്കിയാൽ തണ്ണിക്കുട്ടി ഇങ്ങോട്ട് ആ കേൾക്കുന്ന പോലില്ല. അതേ പേര് വിളിച്ചാൽ പ്രവചിക്കാൻ പോകും. ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അങ്കളും ഇതൊക്കെ പറയും, ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിരിക്കണം. ഇസ്രയേലിൽ ഒരു കുഞ്ഞിനെ അക്ഷരാഭ്യാസത്തിന് കൊണ്ടുപോകുന്നത് 3-3.5 വയസ്സിനുള്ളിലാണ്. അക്ഷരാഭ്യാസത്തിന് വേണ്ടി അവനെ അണിയിച്ചൊരുക്കി ഒരു റബി അവൻ്റെ നാവിൽ പൊൻപേന കൊണ്ട് എഴുത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കും. അക്ഷരങ്ങൾ കയ്യിലെൻ്റെ അതൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാണനെ നമുക്ക് താലോലിച്ച് മിണ്ടാതാക്കിയിട്ട്
ഇനി അടുത്തിലേക്കുള്ളൂ. ഞാൻ ഇത് സൈലൻറ്റ് മോഡിൽ വെച്ചതാണ്, എന്നിട്ടും രക്ഷയില്ല. പോട്ടെ. അപ്പോൾ റബി എന്താ എഴുതുമെന്നറിയണ്ടേ? എൻ്റെ നാവിൽ എഴുതുന്ന ആ ശബ്ദത്തിൻ്റെ സാങ്കേതിക പേര് ടെട്രാഗ്രമേഷൻ എന്ന് പറയും. എന്തെന്ന് പറഞ്ഞ് തെറ്റിക്കണ്ട. ടെട്രാഗ്രമേഷൻ. എന്താ ടെട്രാഗ്രമേഷൻ എന്നറിയണ്ടേ? യൂദ് ഹേ വൗ ഹേ എന്നിങ്ങനെ 4 അക്ഷരങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാഹ്വേ. നാവിലെഴുതുന്ന ആദ്യ അക്ഷരം യാഹ്വേ. 4 അക്ഷരങ്ങൾ. യൂദ് ഹേ വൗ ഹേ യാഹ്വേ. പഠനം ആരംഭിക്കുക. പഠനം ആരംഭിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞ് ആളിൻ്റെ ഉൾക്കൊള്ളുവാനുള്ള ആ മനസ്സിനെ ആസ്പദമാക്കിക്കൊണ്ട് കൂടുതൽ 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 പഠിപ്പിച്ച് അടുത്തടുത്ത ക്ലാസ്സുകളിലെത്തുമ്പോൾ ഈ കുട്ടി ന്യായപ്രമാണം പഠിക്കും. ആദ്യം പറഞ്ഞ തോറ പഠിച്ച ശേഷം എന്താ അതിൽ പ്രധാനമായും പഠിക്കേണ്ടതെന്നറിയണ്ടേ? 613 നിയമങ്ങളാണ് തോറ. 613 നിയമങ്ങളിൽ 365 നിയമങ്ങൾ എന്തിനുള്ളതാണെന്നറിയണ്ടേ? അരുത് 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 അരുത്. അതാ 365. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഇതേ സ്വർഗത്തിൽ തടഭൂമിയിൽ യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ അരുത് 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 എന്ന് പറഞ്ഞിട്ട് അവ മാത്രം 365. പിന്നെന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ. നീ ചെയ്യേണ്ടത് 365 ചെയ്യേണ്ടത് 248. ആകെ 613 നിയമങ്ങൾ. ഇതൊക്കെ പഠിച്ച കുട്ടി പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു 13 വയസ്സ് ആൺകുട്ടിക്ക്. പെൺപിള്ളേർ അത്രയും അവിടെ പഠിക്കാറില്ല. 13 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക്, അല്ലെങ്കിൽ 13 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഈ പഠനം നിർവഹിച്ചവന് അവരൊരു പേര് പറയും, ന്യായപ്രമാണപുത്രൻ. എന്താ പേര്? ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ. ഇത് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാത്ത നമ്മുടെ കർത്താവ് 12-ാം വയസ്സിൽ ഇത് പഠിപ്പിക്കുന്ന മാഷുമാരെ പള്ളിക്കകത്ത് കൂട്ടി സംവാദങ്ങളിൽ അവരുടെ മുട്ടുമടക്കിച്ചപ്പോൾ കണ്ടു നിന്നവൻ ചോദിക്കുക, എവനീ ഞാൻ എവിടുന്ന് കിട്ടി? ഒന്ന് മനസ്സിലായോ? കലാലയത്തിൽ കിട്ടാത്തത്, മറ്റെവിടെയും കിട്ടാത്തത്, മറ്റെങ്ങും കാണാത്തത്, മറ്റെവിടെയും ആരും അറിയാത്തത് തരാൻ കഴിയുന്ന ഒരുവനെയുള്ളൂ. അവൻ്റെ പേര് കർത്താവായ യേശുക്രിസ്തു. അടുത്തും അകലെയും ഇരുന്ന് തിരുവെഴുത്ത് കേൾക്കുന്ന സുഹൃത്തെ, ജീവിതത്തിൻ്റെ ഏത് പരിമിതികളിലും മറ്റാരും നിനക്ക് തരാത്ത, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയതിനെ തരാൻ കരുത്തുള്ള ദൈവപുത്രനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ 2-ാം ദിനം രാത്രിയിലെ സുവിശേഷ യോഗത്തിൽ സുവിശേഷത്തിൻ്റെ സാരാംശം ഞങ്ങൾ ഇങ്ങനെ സ്ഥിരീകരിക്കുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഈ മഹത്തര നാമത്തിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ന്യായപ്രമാണപുത്രനെ കുറിച്ച് ഒരല്പം കൂടെ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ന്യായപ്രമാണപുത്രനെന്ന് പേരെടുത്ത ഈ കുട്ടിക്ക് അടുത്ത ഘട്ടം ഇവൻ്റെ കല്യാണം അങ്ങ് നിശ്ചയിക്കും. വയസ്സെത്ര? അതാ ഞാൻ പറഞ്ഞ അങ്കിളിൻ്റെ വാക്ക് കേട്ടിരിക്കും. പ്രയോജനമുള്ള കാര്യം പറയാം അങ്കിള്. മനസ്സിലായോ? അതിനെ അങ്കിൾ പറഞ്ഞ മര്യാദയ്ക്കിരി ബ്രേക്ക് വിട്ടാതെ ഇങ്ങോട്ട് പറയാൻ വേണ്ടി ശ്രദ്ധിച്ചിരി.
അടുത്തിരിക്കുന്നവൻ്റെ വാരിയല്ലേ ഗിറ്റാർ വായിക്കാനാണ് നിൻ്റെ പണിയെങ്കിൽ എൻ്റെ കല്യാണമൊന്നും ഞാൻ നടത്തുകയില്ല. ശ്രദ്ധിച്ചിരി. മര്യാദയ്ക്കിരിക്കുന്നവരെ കാണുമ്പോൾ അങ്കിളിന് മനസ്സിലാകും കല്യാണത്തിനാണ്. ശ്രദ്ധിച്ചിരി. അപ്പോൾ ഈ ന്യായപ്രമാണ പുത്രന് 13 വയസ്സാണ് പ്രായമെങ്കിൽ അവർ നിശ്ചയിക്കുന്ന പെണ്ണിന് എത്ര വയസ്സ് കാണും? 45? വല്ല 10 വയസ്സോ 9 വയസ്സോ ഒക്കെ ഉള്ള ഒരു പെണ്ണിനെ ആലോചിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കോപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആൺപിള്ളേരുടെ കാര്യം മാത്രമല്ല, ശ്രദ്ധിച്ചിരി. ഇസ്രയേലിലാണെങ്കിൽ ഇപ്പം നിശ്ചയം കഴിഞ്ഞേനെ. ശ്രദ്ധിച്ചിരി. അപ്പോൾ കല്യാണം നിശ്ചയിച്ചൊരു പെൺകുട്ടിയെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് രാജകുമാരി. ഗ്രഹിച്ചോ? നിശ്ചയം കഴിഞ്ഞ ഈ ആൺകുട്ടിയെ ലോകം വിളിക്കുന്ന പേരാണ് രാജകുമാരൻ അഥവാ രാജാവ്. അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവിചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക എന്നാരോട് ഇത് സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് ബോധ്യമായോ? ശ്രദ്ധിക്കുക. ചില വസ്തുതകൾ ഗ്രഹിച്ചു വേണം പോകാൻ. ഇതുകൂടാതെ രാജാവുണ്ട്, ദാവീദിനെ പോലൊക്കെ. 3 നിലയിലാണ് രാജാവ് എന്ന പേര് ബൈബിളിൽ കിടക്കുന്നത്. 1, രാജ്യം ഭരിക്കുന്ന പരമാധികാരി. 2, വിവാഹ നിശ്ചയം കഴിഞ്ഞ ആൺകുട്ടി. ദൈവത്തെയും വിളിക്കുന്നു രാജാവ്. ഇങ്ങനെ 3 നിലയിലാണ്. അധികാരമുള്ള മനുഷ്യൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ആൺകുട്ടി, രാജാതിരാജാവായ ദൈവം. 3 പേരെയാണ് രാജാവ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ പ്രിൻസ്, രാജകുമാരൻ എന്നും വിളിക്കാം കൊച്ചുകുട്ടിയെ. ഈ പെൺകുട്ടി വിളിക്കുന്നതാണ് രാജകുമാരി. ഇവരുടെ നിശ്ചയം വലിയ ആഡംബരപൂർവമാണ്. ഈ പെൺകുട്ടിയുടെ വിരലിൽ വരൻ സ്വന്തം പേരെഴുതിയ ഒരു മോതിരമിടും. വധു അവളുടെ പേരെഴുതിയ ഒരു മോതിരം അവനോടും. നിശ്ചയം കഴിഞ്ഞു. നിശ്ചയത്തോടനുബന്ധിച്ച് ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയുടെ ശിരസിൽ ഒരു വസ്ത്രം, ഒരു ശിരോവസ്ത്രം അണിയിക്കും. ശിരോവസ്ത്രം അണിഞ്ഞ പെൺകുട്ടിയെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, അവൾ ഒരുവൻ്റെ കാന്തയാണ്. മനസ്സിലായോ? നമ്മുടെ ഹൈന്ദവ സഹോദരിമാർ ഒരു പൊട്ടുകുത്തുമല്ലോ. എന്താ ഇതിൻ്റെ അർത്ഥം? അവൾ വിവാഹിതയാണ്. നല്ലൊരു സംസ്കാരം. അതുവഴി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് താൻ ഒരുവൻ്റെ കാന്തയാണ്. ഇതുപോലെ ഒരു യഹൂദ പെൺകുട്ടി ശിരോവസ്ത്രമിട്ടാൽ 2 അർത്ഥം. ഒന്നുകിൽ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ വിവാഹിതയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നിശ്ചയം കഴിഞ്ഞ പെണ്ണായിട്ടല്ല അവളെ കാണുന്നത്, കല്യാണം കഴിഞ്ഞവളായിട്ടാണ് ലോകം കാണുന്നത്. കേട്ടല്ലോ? കല്യാണം കഴിഞ്ഞ പോലെ നിശ്ചയം കഴിഞ്ഞാൽ. ആൺകുട്ടിക്കും അത് തന്നെ. കല്യാണം കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു. അങ്ങനെ അവരുടെ ധാരണ. പക്ഷെ കല്യാണം വരുന്നുണ്ട്. അന്നു മുതൽ ഈ ആൺകുട്ടി തൻ്റെ ആ പ്രണയിനിയെ താൻ മോതിരമിട്ട് പാണീഗ്രഹണം ചെയ്തവളെ നിശ്ചയിച്ച പെണ്ണെന്നോ രാജകുമാരി എന്നോ ഒന്നുമല്ല വിളിക്കേണ്ടത്, ഭാര്യയായി കാണണം. തിരിച്ച് അവനെ ഭർത്താവായും കാണണം. കാണണമെന്ന് പറഞ്ഞാൽ കാണാനൊന്നും നോക്കൂല, അവർ രണ്ടിടത്താ. കാണണമെന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് ചെല്ലാനും നോക്കൂല, കാരണം ആ രണ്ടിടത്താണ്. കാണാറില്ല, കമ്മ്യൂണിക്കേഷന് വഴിയൊന്നുമില്ല. അപ്പോൾ ബൈബിളിലും തെളിവുണ്ടേ. വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയയെ യോസെഫിനോട് പറയുക, യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട
നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഭാര്യയായ മറിയ. ഇപ്പം ബാല്യത്തിലെ നിശ്ചയം കഴിഞ്ഞ് ഇവരങ്ങ് പിരിഞ്ഞു. ഇനി കല്യാണമുണ്ട്. കല്യാണം എപ്പോൾ എന്ന് ചിന്തിക്കുന്നത് വരൻ്റെ പിതാവാണ്. വരൻ്റെ പിതാവ് ഒഴികെ ആർക്കും അറിഞ്ഞുകൂടാ എപ്പോഴാണ് ഈ കല്യാണം. ആ നാളും നാഴികയും നിജപ്പെടുത്താനുള്ള പരമാധികാരം ആർക്കാ? വരൻ്റെ പിതാവിന്. പിന്നെന്താ താമസം കല്യാണത്തിന്? പറയാം. എന്നോട് ശ്രദ്ധിച്ചാട്ടെ, എന്നോട് ശ്രദ്ധിച്ച അത് രാജകുമാരന്മാരൊന്നും അല്ല, കല്യാണം കഴിഞ്ഞ ആൾക്കാർ. അഞ്ഞോട് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഗുണവുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക. എന്നോട് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ എന്താ ഈ കല്യാണം താമസിക്കുന്നതെന്ന് അറിയണ്ടേ? പറയാം. നിശ്ചയം കഴിഞ്ഞ ആൺകുട്ടി നിശ്ചയം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഏത് ഘട്ടത്തിലും കല്യാണത്തിന് തയ്യാറായി നടന്നോണം. പെണ്ണിൻ്റെ കാര്യം പറയാനുണ്ടോ? എപ്പോഴാ കാന്തനും കൂട്ടരും വരുന്നതെന്നറിയില്ല. കല്യാണത്തിന് ഒരു സവിശേഷത എവിടെയുണ്ടേ? താമസിക്കുന്നു കല്യാണം. അതിൻ്റെ കാരണം ഇത്രമേ ഉള്ളൂ. ഈ രാജകുമാരനുണ്ടല്ലോ വരൻ, അയാൾ തനിക്കും തൻ്റെ കാന്തയ്ക്കും ഒരുമിച്ച് വസിക്കാൻ ഒരു വീടുണ്ടാക്കണം, ഒരു ഭവനം. ആ ഭവനം മനോഹരം, വാസയോഗ്യമെന്ന് അപ്പന് തോന്നണം. അത്രയും തോന്നിക്കഴിഞ്ഞാൽ അപ്പൻ പറയും ആകട്ടെ. അപ്പന് തോന്നണം വീടാണെന്ന്. 13 വയസ്സുള്ള പയ്യൻ നോക്കിയ വീടുണ്ടാവുമോ? ഇല്ല, ഉണ്ടാവുമോ? 13 വയസ്സുള്ള പയ്യനുണ്ട്, അവൻ വീട് നശിപ്പിക്കും. ഇപ്പോഴത്തെ കാലത്ത് യഹൂദബാലൻ 13 വയസ്സ് പ്രായമുള്ള ഈ പയ്യൻ എങ്ങനെയാണ് വീട് പണിയുന്നകൾക്ക്? പറയാം. എന്തെങ്കിലും ഒരു തൊഴിലിന് പോകും. 13 വയസ്സേ ഉള്ളൂ. വ്യാപാരമോ കൃഷിയോ അപ്പനെ സഹായിക്കലോ എന്തെങ്കിലും ഒരു ജോലി. ഈ ജോലിക്ക് പോകുന്ന കുട്ടി ഈ ജോലി കൂടാതെ ഒരു വരുമാനത്തിന് മറ്റൊരു മാർഗം തേടും. വീടിൻ്റെ മുമ്പിലൂടെയൊക്കെ യാത്ര കഴിഞ്ഞ് പോകുന്ന ആളുകളെ കണ്ടിട്ട് കരം കൂപ്പും. എന്നിട്ട് പറയും, യജമാനന്മാരെ, ദാഹിച്ച് വിഷമിച്ചു പോകാതെ അടിയൻ്റെ ഭവനത്തിൽ വന്ന് ഒരൽപ്പം ഭക്ഷണം കഴിച്ച് വീഞ്ഞു കുടിച്ച് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അല്പം തണുപ്പേറ്റ് ആശ്വസിച്ചിട്ട് പോയാൽ മതി. ഇത് കേൾക്കുമ്പോൾ ഈ വന്നവർ ചിലർ ഈ സൽക്കാരം കൈക്കൊള്ളാൻ വരും. ചില സൽക്കാരം കൈക്കൊള്ളാതെ അവനെ യഹോവയുടെ നാമത്തിൽ ഒരനുഗ്രഹമേകിട്ട് ചോദിക്കും, നീ ഒരു രാജകുമാരനോ? എൻ്റെ അർത്ഥം എന്താ? നിശ്ചയം കഴിഞ്ഞ അതെ, ഇവൻ്റെ ഈ ആതിഥ്യ മര്യാദ ഉണ്ടല്ലോ, അതിഥിയെ സ്വീകരിക്കാനുള്ള സൽക്കാര ബോധം കണ്ടിട്ട് ഭക്ഷണം വേണ്ടാത്തവരും സ്വന്തം കീശയിൽ നിന്ന് ഒരു താലന്ത് പണം അവന് കൊടുക്കും. എന്നിട്ട് അവനവരെ അനുഗ്രഹിക്കും, അവർ അവനെയും അനുഗ്രഹിക്കും. ചിലർ വീട്ടിൽ വന്ന് സൽക്കാരം കൈക്കൊള്ളും. അവരും പിരിയാൻ നേരം ഒരു നല്ല തുക അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കും. മനസ്സിലായല്ലോ? ഈ പണം നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾ നമ്മുടെ പയ്യനും കൊടുക്കാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അവൻ അതുകൊണ്ട് പിടകാല് തല്ലി ഒരു ഓട്ടോ റീചാർജ് ചെയ്യാൻ. എന്നിട്ട് സഹായത്തിന് വന്നിരുന്ന് ചിരണ്ടി അവൻ പോവുക. മക്കളെ ശ്രദ്ധിക്കുക. യഹൂദ ബാലൻ ഈ പണം അങ്ങോട്ട് കിട്ടിയാൽ തൻ്റെ അമ്മയെ വിളിക്കും. ഇത് കാണിക്കുമ്പോൾ അമ്മയോട് പറയും, നിനക്കും നിൻ്റെ കാന്തയ്ക്കും ഒരുമിച്ച് പാർക്കാൻ ഒരു വീട് പണി നടക്കുക. അപ്പൻ കൊണ്ടുകൊടു പണം അവിടെ. നിന്നെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, അവക്കുള്ളതാ ഈ പണം. പ്രാപിക്കുന്നതൊക്കെ ഈ കുട്ടിക്കുള്ളതാ, സകലതും ആ കുട്ടിക്കുള്ളതാ. അങ്ങോട്ട് പോട്ട്. ഇതാ വരുമാനം. ഈ
പയ്യനെത്ര പണമിട്ടോ അതിൻ്റെ 10 മടങ്ങ് പണം അപ്പനോടും. രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് വീട് പണി. ഇന്ന് ഇത്തരമൊരു വീട് പണിക്കൊരു രാജകുമാരൻ സ്വർഗത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പരമപിതാവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കെ, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, അത് പൂർത്തീകരിച്ചാൽ എത്രയും വേഗത്തിൽ നിങ്ങളെ എൻ്റെ അരികിൽ ചേർത്തുകൊള്ളും. ഈ വാഗ്ദത്തമുള്ള നമ്മൾ ഇന്നവൻ്റെ കാന്തയായി ഈ ഭൂമിയിൽ കഴിയുക. അവനെ ഒന്ന് കാണാനുള്ള അവലോടെ, ആ ഭവനപണി കൂടെ പൂർത്തീകരണം എന്തായി എന്നറിയാനുള്ള ആകാംക്ഷയോടെ നാം ഇവിടെ കഴിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാ ഈ യോഗം. ഹല്ലേലൂയ. അപ്പോൾ ഇതാ കാന്തൻ്റെ കാര്യം. ഇനി കാന്തയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ അന്യ സ്ത്രീയെപ്പോലെ കഴിയുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ സ്വന്തം വീട്ടിൽ വാസ്തവത്തിലൊരു അന്യ സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ കാര്യം? ഒരുമാരെ ചിലപ്പോഴും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്കൊരു പോകില്ലേ, ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞു. നമ്മൾ പറയും പോക്കോ. 2 ദിവസം മിണ്ടാട്ടമില്ല. 3-ാം ദിവസം ചെറുക്കനെ കൊണ്ട് വിളിപ്പിക്കുക, അപ്പായി ഒന്ന് വിളിക്കാൻ. അവളും അടുത്ത് സ്വന്തം വീടാ, പിച്ച വെച്ച് കളിച്ച ഓടി നടന്ന വീടാ. അപ്പൻ വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞ് പോയതാ. അവിടെ ചെന്നപ്പോൾ വിവരമുള്ള അപ്പൻ പറഞ്ഞു, ഒരു ദിവസമൊക്കെ സഹിച്ചു. 2-ാം ദിവസം ആങ്ങളെ ചോദിച്ചു, എന്താടി വന്നേ? ഇന്നതാ വിഷയം. മര്യാദയ്ക്ക് പൊക്കോണം. വിവരമുള്ള ആങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. കുഞ്ഞെ, അത് നിൻ്റെ വീടല്ലോ, കഴിഞ്ഞു. അതൊക്കെ പറഞ്ഞു പോന്നാ, അങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് പോന്നാ. വാങ്ങിക്കൊണ്ടേ വരാവുള്ളൂ, അത് വേറെ കാര്യം. ആ ചെറുക്കനെ ചുറ്റിക്കല്ലേ. പോട്ടെ. അപ്പോൾ ഇതാ സ്ഥിതി. ഇതുപോലെ ഇവരുടെ നാട്ടിൽ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ പിന്നെ അന്യ സ്ത്രീയായിട്ട് വീട്ടിൽ വളർത്തുന്നത്. അരങ്ങോന്നോർത്ത് 9 വയസ്സുള്ള കൊച്ച് നിശ്ചയം കഴിഞ്ഞു എന്ന കാരണം പറഞ്ഞ് വീട്ടിൽ മറ്റാരെയും വലിയ സഹകരണമില്ല. അനിയത്തിക്കൊപ്പം കളിക്കാൻ ഓടിച്ചെന്നാൽ അനിയത്തി കൂട്ടാമെന്ന് വെച്ചാലും പപ്പായും മമ്മിയും എന്ന് പറഞ്ഞു, നോ നോ നോ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോ 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 പോ, മാറ്. നിസാര വിഷയത്തിന് പിടികൂടുമ്പോൾ കൊച്ചിനെ കൊടുത്തിയത്, നീ മാറ്. കൂടുതൽ മുഷിഞ്ഞു വന്ന ചോദിക്കും, നിന്നെ ഞങ്ങൾ ഒരുത്തനെ കൊടുത്തതാ, എന്തേ നിന്റെ കെട്ടിയവൻ? നിന്നെ എന്നാ കൊണ്ടുപോകത്തെ? ഞങ്ങളുടെ കുഴപ്പമാണോ? ഞങ്ങൾ നിന്നെ പൂർണ്ണമായി കൊടുത്തു, അവനെന്താ കൊണ്ടുപോകാത്തെ? ആ വിഷമല്ല ഈ പിഞ്ചു കുഞ്ഞിന് പറയാൻ ആരില്ല. അവൾ തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം മുഴുവൻ തീർക്കാൻ ചെയ്യുന്ന ഒരു കർത്തവ്യമുണ്ട്. തൻ്റെ കാന്തൻ്റെ പേര് കൊത്തിയ ആ മുദ്രമോതിരമെടുത്ത് ചുംബിക്കും. എന്നിട്ട് പറയും, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിൽ നീയും സൂക്ഷിക്കണമേ. അന്ന് കണ്ട് പിരിഞ്ഞ ഈ രണ്ടാളുകളുടെ ഹൃദയം ഈ പാരസ്പര്യം കൊണ്ട്, സ്നേഹത്തിൻ്റെ പാരസ്പര്യം കൊണ്ട് ഒന്നായിരിക്കുന്ന ഒരനുഭവം സംജാതമാകും. ഈ കാന്തൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കാന്തയെക്കുറിച്ചോർക്കും, അവൾ അവനെയും കുറിച്ചോർക്കും. ഈ ഉദാത്ത ജീവിതത്തിൻ്റെ പേരാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എൻ്റെ യേശു എത്ര തവണ ഇന്നെന്നെ ഓർത്തിരിക്കുന്നു, എത്ര തവണ അവനെ ഓർക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നു. ആ ബോധ്യമില്ലാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ കാന്തനോടൊപ്പമുള്ള ആ ജയത്തിൻ ജീവിതം ആസ്വദിച്ചു പോകാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവൾ കൂടുന്ന പിന്നെ ആരോടാന്നറിയണ്ടേ? ഇതേപോലെയുള്ള രാജകുമാരിമാർ നാട്ടിലുണ്ട്, നിശ്ചയം കഴിഞ്ഞവർ. ഇവരൊരുമിച്ച് കൂടും. ഇവരൊരുമിച്ച് കൂടി പറയുന്നത് സ്വന്തം കാന്തൻ്റെ ഗുണഗണങ്ങൾ, താൻ കാന്തനെ സ്വപ്നം കണ്ടത്, അമ്മ വഴക്കു പറഞ്ഞ രാത്രിയിൽ, അപ്പൻ ക്ഷുഭിതനായ ദിവസം, ഞാനീ മുദ്രമോതിരം ചുംബിച്ചുറങ്ങവേ
എൻ്റെ കാന്തനെ കണ്ടു, അവൻ്റെ ശബ്ദം കേട്ടു. ലോകം പകയ്ക്കുമ്പോഴൊക്കെ കേൾക്കാൻ നമുക്കൊരു ശബ്ദമുണ്ട്. സമൂഹം ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ ആസ്വദിക്കാൻ നമുക്കൊരു രൂപമുണ്ട്, ഒരു മനോഹര രൂപം. ആ മനോഹര രൂപിണിയായ ആ കാന്ത, മനോഹര രൂപനായ യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജഗത്തിൻ ജീവിതം നയിക്കുന്ന അനുഭവത്തിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ ഒരു സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ഒരു സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തും, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. എത്ര മനോഹരമാണ് യേശുവിൻ്റെ സ്നേഹം, എത്ര ആഴമേറിയതാണ് അവൻ്റെ കരുതൽ. പ്രിയരെ, പെൺകുട്ടിയുടെ ഒരുക്കത്തെക്കുറിച്ച് കൂടി ഒരല്പം ഒന്ന് പറയാനുണ്ട്. രാത്രിയിലാണ് ജൂതന്മാരുടെ നാട്ടിൽ വിവാഹം നടക്കുക, ആ ചടങ്ങ് രാത്രി. എൻ്റെ കാരണം അറിയാമോ? പറയാം. യഹൂദൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്കല്ല, വൈകിട്ട് 6 മണിക്കാണ്. മനസ്സിലായോ? നമുക്ക് ആ രാവിലെ ആരംഭിക്കുന്ന 6 മണിക്ക്. അവിടെയൊക്കെ കല്യാണം വിളിച്ചാൽ, മെയ് 14 എൻ്റെ മോടെ കല്യാണം വന്ന് വിളിച്ചാൽ നമ്മൾ രാവിലെ അവിടെ ചെല്ലും. ഒരു പ്രയോജനമില്ല അത്ര നേരെ ചെന്നിട്ട്. കാരണം അവരുടെ തുടങ്ങുന്നത് നമ്മുടെ മെയ് 14 വൈകിട്ടാണ് അവരുടെ 1-ാം ദിവസം. ആ ക്രമം അങ്ങനെ കിട്ടിയെന്നറിയണ്ടേ? സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഇതാ ക്രമം. സന്ധ്യയാണെന്ന് ആദ്യം മനസ്സിലായോ? സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 2, സൂര്യനല്ല കാലനിർണയത്തിൻ്റെ ആധാരം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. അതുകൊണ്ട് ചന്ദ്രൻ പിറവിയെടുക്കുന്ന ആ നിമിഷം രാത്രിയായതുകൊണ്ട് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. കേട്ടല്ലോ? അപ്പം ശ്രദ്ധിക്കും. ഇവിടെ ഈ പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാലുടൻ ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത് മുടി ചീകി ഒതുക്കി പനിനീര് പൂശി കുളിച്ച് സുന്ദരിയായി സുമുഖിയായി ഇറങ്ങി വരുമ്പോൾ അപ്പനമ്മമാർ അവളെ ചിത്രത്തയ്യലുള്ള ഒരങ്കി കാട്ടും. അത് കാട്ടിയിട്ട് പറയും, കുഞ്ഞെ, ഈ ദിനം രാത്രിയാകും നിന്റെ കാന്തൻ വരുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? നിശ്ചയിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിലോട്ട് ഓടുമെന്നല്ല. എന്നാൽ ഒരുങ്ങിയേക്കാം. അതല്ല ഒരുക്കം. മനസ്സിലായോ? അതല്ല ഒരുക്കം. പിന്നെന്താണെന്നറിയണ്ടേ? അവൾ ഒരുങ്ങണം, അവളുടെ വീടൊരുങ്ങണം. അതിന് അടുക്കും ചുറ്റോടും കൂടി മുറികളെല്ലാം സജ്ജീകരിച്ചുവോ എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിലെ ഭക്ഷ്യവസ്തുക്കൾ പാകപ്പെടുത്തിയവ, ഉണക്കിയെടുത്തവ, പൊടിച്ചെടുത്തവ ഇവയെല്ലാം യഥോചിതം നിറങ്ങളുള്ള ഭരണിയിൽ കൃത്യതയോടെ അടച്ചു സൂക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തണം. തിരികൊളുത്താൻ എണ്ണ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇടിച്ചെടുത്ത തെളിവായ ഒലിവെണ്ണ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ വീട്ടിൽ കത്തിച്ചു വെക്കാൻ നിലവിളക്കുകൾ യഥോസ്ഥാനങ്ങളിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ വീട്ടിലേക്ക് വരുവാനുള്ള വഴി
കാട് പിടിച്ചു പടല് പിടിച്ചു കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ചുരുക്കത്തിൽ ഈ പെൺകുട്ടി ഇത് മുഴുവൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ശ്രദ്ധിക്കും. കാന്തൻ വരുമോ അതുമില്ല. വൈകിട്ട് സന്ധ്യാസമയം അടുക്കുമ്പോൾ അവൾക്ക് ഉൾക്കണ്ട. ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഒരുമിച്ച് കൂടി കാത്തിരിക്കും. കാത്തിരിക്കുമ്പോൾ മണവാളൻ വരും. എല്ലാ പെൺപിള്ളേരും കൂടെ ഒരുമിച്ച് ചെല്ലുന്നു. അസംഖ്യം സുന്ദരിമാർ ഒരുമിച്ച് ചെല്ലുമ്പോൾ എൻ്റെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രമൊന്നും. ഇവരെല്ലാവരുടെ വിവാഹം കഴിക്കുകയല്ല, 10 കന്യകമാർ ഒരുമിച്ച് കല്യാണം കഴിക്കുകയല്ലെന്ന്. മനസ്സിലായോ? ഞാൻ 10 കന്യകമാർ എന്നൊരു കവിത എഴുതി, വലിയ വിവാദമായിരിക്കുക. ഞാൻ ഇത്ര എഴുതിയുള്ള 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്തു. ബുദ്ധിയില്ലാത്തവർ സെക്രട്ടേറിയറ്റ് പഠിക്കലും ഒക്കെ കുടില് കെട്ടി സമരം ചെയ്യുന്നു. ഞാനതാ എഴുതി. ഞാൻ എൻ്റെ എറിയ പ്രാപ്തിക്കനുസരിച്ച് എഴുതി. അതാകെ പ്രശ്നമായി. തിരിയാൻ വയ്യാത്ത വിഷയം. പോട്ടെ. ഇപ്പം ബുദ്ധിയുള്ളവരെല്ലാം ബുദ്ധിപൂർവ്വം ചെയ്തു, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നാൽ ബുദ്ധികെട്ടവരെന്ത് ചെയ്തു? സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന ഇതുവരെ പോയില്ല, അവിടെ ഇരിക്കുക, സമരമാണ്. അപ്പോൾ പോട്ടെ. ഈ 10 പേരുമല്ല വാസ്തവത്തിൽ കാന്ത. അവർ ഈ കാന്തയെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ്. അല്ലെ മണവാളൻ ഏകവചനം, കന്യകമാർ ബഹുവചനം, അങ്ങനെയല്ല. ഒരു കന്യകയെ വിവാഹം കഴിക്കൂ. ഇനി അത് പോട്ടെ. ഈ പെൺകുട്ടി ഒരുങ്ങി എന്ന് പറയല്ല. മുഖം മിനുക്കി, പനിനീര് പൂശി, വിവാഹ പന്തലിലിറങ്ങാൻ ഒരു കുട്ടി എന്തൊക്കെ ചെയ്യുമോ അവയൊക്കെ ചെയ്ത് റെഡിയായിട്ട് നല്ല സുന്ദരിയായിട്ടാണ് ഈ കുട്ടി വീട്ടിലിരിക്കുന്നു. മുടി ചീകുന്നു, കയ്യിലെ നഖമൊക്കെ മുറിച്ച് ഭംഗിയാക്കുന്നു, കാലിൽ നഖം കഴുകി വെടിപ്പാക്കി സുന്ദരിയാക്കിയിരിക്കുക. നമ്മുടെ സ്ത്രീകളും സുന്ദരിമാരായിട്ടൊക്കെ തന്നെ ആയിരിക്കുന്ന മുഖം. കാലിൻ്റെ ആ പെരുവിരലൊക്കെ കണ്ടാൽ പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ, അഞ്ചട്ടിപ്പാമ്പ് തല്ലുകൊണ്ട് ഓടാൻ കഴിയാതെ വിഷമിക്കുന്ന പോലെ പെരുവിരൽ. എന്തിനാവും ഞാൻ സുന്ദരിയായിരിക്കുന്നത്? ഇതാ നമുക്ക് വിദേശത്ത് ജോലി കിട്ടാതെ മെഡിക്കൽ തോറ്റുപോയെന്ന് കൊച്ച്. എന്താ കാര്യം? കാല് മുഴുവൻ കുഴിനകം. സായിപ്പ് നോക്കുന്നത് എന്നാന്നറിയോ? മെഡിക്കലൊക്കെ നടത്തി കഴിയുമ്പോൾ ഇവിടെ സ്വന്തം കാലിൽ കുഴിനകം ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ കഴിയാത്തവള് ഈ കമ്പനി എങ്ങനെയാണ് നോക്കി നടത്തുന്നത്? ഇപ്പം മനസ്സിലായോ കൊച്ചു തോക്കാൻ കാരണം? ഒരു യഹൂദ പെൺകുട്ടി ശുചിത്വബോധം അഭ്യസിക്കുന്ന പ്രായം മനസ്സിലായോ? 9 വയസ്സ്. യഹൂദ ബാലൻ പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന പ്രായം മനസ്സിലായോ? വയസ്സ് 10, 12, 13. അതുകൊണ്ട് ആ ലോകത്തിൻ്റെ നെറുകയിൽ അവൻ കയറിപ്പറ്റിയത് ഇപ്പോഴും. പോട്ടെ. ചുരുക്കത്തിൽ 2 പേരും രണ്ടിടത്ത കല്യാണം എപ്പോഴാ? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവിടം വിട്ടേക്കാം. ഈ കല്യാണം നടക്കാൻ ഒരു 99% സാധ്യത. നടക്കാതിരിക്കാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഈ പെൺകുട്ടി പൊതുസ്ഥലത്തേക്ക് എപ്പോൾ ഇറങ്ങിയാലും പരപുരുഷ സാന്നിധ്യമുള്ള ഇടത്തു വരുമ്പോഴൊക്കെ ശിരോവസ്ത്രം ധരിക്കണം. തലയിൽ തുണി. എന്താ അതിൻ്റെ കാര്യം എന്നറിയണ്ടേ? ശിരോവസ്ത്രം ധരിക്കാൻ കാരണം ഈ വസ്ത്രം കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അവൾ ആരാ? രാജകുമാരി. അല്ലേ? എന്നാ കുഴപ്പമൊന്നോ? പറയാം. ഇവളിതുപോലെ വല്ല കൺവെൻഷനോ കുമ്പനാടോ മുളക്കുഴയിലോ അല്ല ഇവിടേക്ക് ഇങ്ങനെ വന്നു പെട്ടാൽ ചില അമ്മച്ചിമാർ കണ്ടിട്ട് പറയും, നമ്മുടെ ജേക്കബ് കുട്ടിക്കൊന്ന് ആലോചിച്ചാലോ. ഈ ചർച്ച ഇവിടെ നടക്കുമ്പോഴേക്ക് ജേക്കബ് കുട്ടി സെൽഫി എടുത്ത് ഇങ്ങനെ തകർക്കുക. അതുവഴി ഇങ്ങനെ ചാടുന്നു, അങ്ങോട്ട് ചാടുന്നു, വീശിയെടുക്കുന്നു. ജേക്കബ് കുട്ടി ശിരോവസ്ത്രമുള്ള കാന്തയെ നോക്കരുത്. ആരാ അവൾ? ഒരുവൻ്റെ കാന്ത. മനസ്സിലായോ? ഇതിനാന്ന് പറഞ്ഞ് തിട്ടോണ്ട് പോകണമെന്ന് ഗ്രഹിച്ചോ കാര്യം? ഉടമസ്ഥതാബോധം തോന്നിപ്പിക്കുക. അതിനാ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു.
ഇന്ന് രാത്രി ഇവിടെ ദൂതഗണങ്ങളുണ്ടെന്നുള്ളതൊരു സത്യമാണോ? അല്ല, ആണോ? ആണ്. ചിലർക്ക് അതൊന്നും വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടാവും. ചിലർ ഉണ്ടെന്ന് പറഞ്ഞാലും വിശ്വാസമില്ല. വീട്ടിൽ ദൂതൻ്റെ സാന്നിധ്യം ഇല്ലേ? ഉണ്ട്. ദേവദാസന്മാരുണ്ടെന്നാണ് പറയുന്നത്. കമ്മിറ്റിക്കകത്തെല്ലാം ദൂതൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, ദൂതൻ ഇവിടെ നിൽക്കുന്നു. അച്ഛാൻ ഈ പറഞ്ഞതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ദൂതനെ ഓർത്ത് മിണ്ടുന്നില്ല പറഞ്ഞിട്ടുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞു. അതുകൊട്ടെ. അപ്പോൾ ഇന്നും ദൂതനുണ്ട്. ദൂതൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ ദൂതൻ നമ്മളെ കണ്ടു, പുരുഷന്മാരെ. ദൂതൻ എല്ലാവരെയും മനസ്സിലായി. അത് കുഞ്ഞവറാച്ചൻ, ഇത് കുട്ടപ്പൻ, ഇത് ചാക്കോച്ചൻ, എല്ലാവരെയും മനസ്സിലായി. ഇങ്ങോട്ട് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പാടില്ല. കാരണം സ്ത്രീയുടെ തല പുരുഷനാണ്. അപ്പം സ്ത്രീ തൻ്റെ തല മൂടിക്കൊണ്ട് പറയുക, ഞാനല്ല ആള്, കണ്ടച്ചാനാണ്. അതിനായി മുടി തലയിൽ ശിരസിൽ തുണിയിടുന്നതെന്ന്. അല്ലാത്തവരെ കണ്ടിട്ട് ദൂതന് തോന്നും, ശരി, ഒരു സബ്മിസീവ് മൈൻഡില്ലല്ലോ ഇവർക്ക്, വിധേയത്വം. അതുകൊണ്ട് ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ടാകാതിരിക്കേണ്ടതിന് ശിരവസ്ത്രം ഇട്ടോളാൻ. കാര്യം മനസ്സിലായോ? സംഭവം പിടികിട്ടിയോ? ദൂതൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പുള്ളിക്ക് തോന്നു, ശരി, ഇവിടെ വന്ന മോശമായിപ്പോയല്ലോ. ദൂതന് മിക്കവാറും നമ്മുടെയൊക്കെ കൂടെ കൂടിയാൽ ആകെ മോശമായിപ്പോയി തോന്നി എത്ര സന്ദർഭമുണ്ട്. ഞാൻ അടുത്ത കാലത്ത് അത് പഠിച്ച്. ദൈവത്തിന് എന്തിനാണ് ഇത്രയും ദൂതന്മാരെന്ന്? 10,000 × 10,000 കാൽക്കുലേറ്റർ കൂട്ടി നോക്കിയ കാൽക്കുലേറ്റർ പൊട്ടിപ്പോവും, കിട്ടത്തില്ല. സംഖ്യയ്ക്ക് കപ്പാസിറ്റി ഇല്ല. ആയിരത്തിനും മാത്രം ദൂതൻ എന്തിനാ? നമ്മൾ 10-800 കോടി മനുഷ്യരുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് പോരാന്ന്. എന്തേ കാര്യം? ഇന്ന് എനിക്ക് വേണ്ടി ഒരു ദൂതനെ രാവിലെ ദൈവം പ്ലേസ് ചെയ്തു. ദൂതൻ ഇന്ന് വൈകിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തമ്പുരാൻ ചോദിച്ചു, അവൻ്റെ കൂടെ പോയിട്ട് എങ്ങനെയുണ്ട്? ദൂതൻ പറയും, എൻ്റെ പൊന്നു കർത്താവേ, വേറൊന്നും എന്നോട് പറയരുത്. എനിക്ക് അവൻ്റെ ഈ സംരക്ഷണം മാത്രം പറ്റിയല്ല. ഞാൻ വല്ല യുദ്ധത്തിനോ പാട്ടുപാടാനോ എന്തിനും ഞാൻ റെഡിയാ. പക്ഷേ അവൻ്റെ കൂടെ ഇനി ഞാനില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കൂടെ വന്ന ദൂതൻ പിറ്റേന്ന് വരികയല്ലച്ച, മാറി 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 പുതിയ ദൂതന്മാരെ പരിശോധിച്ച് ഇതിനായി ഇത്രയും ദൂതന്മാർ. ഇപ്പം പിടിയിട്ടോ? അല്ല, ചുമ്മാൊന്നും അല്ല ഇത്. ഒരിക്കൽ വന്നവൻ പിന്നെ വരികയില്ലെന്നതാ കാര്യം. നമ്മുടെ കൗൺസിലോ കമ്മിറ്റിയോ നടക്കുന്നിടത്ത് ഒരിക്കൽ വന്ന ദൂതൻ പിന്നെ തിരിച്ചു പോകും. അതാ കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഡിസംബർ 31 നടത്താൻ പോകുന്ന ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ആഗ്രഹിച്ചാൽ മതി. ഒരു ദൂതം വന്നിട്ട് പറയും, എനിക്ക് ബോറടിക്കുന്നു, ഞാൻ പോവാം. പോട്ടെ. അപ്പോൾ ഈ പെൺകുട്ടി എവിടെ ചെന്നാലും ശിരോവസ്ത്രം നിർബന്ധം. ഇനി രണ്ടാമതൊരു വിഷയമുണ്ട്. കൊച്ചു പെണ്ണല്ലേ, 9 or 10 വയസ്സുള്ള കൊച്ചിനോട് ഈ ന്യായപ്രമാണവും അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ കുട്ടിയോട് പറയുക, ശേഷം കുട്ടിയോടോ കളിക്കാൻ പോകരുത്, അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് പോകില്ല. നടക്കുമോ? നടക്കില്ല. അവിടെ നമ്മളങ്ങോട്ട് മാറുന്ന വഴിക്ക് ഈ രാജകുമാരി ചിരട്ട തട്ടി കളിക്കാൻ പോവും, കൂട്ടുകൂടാൻ പോവും. അതാ സ്ഥിതി. പക്ഷെ ഇതൊന്നും വീട്ടുകാർ കൺട്രോൾ ചെയ്യത്തില്ല. അങ്ങനെ വലിയ കൺട്രോളിന് പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവൾ വരുത്തുന്ന ഏത് അപമാനത്തിനും വീട്ടുകാരല്ല ഉത്തരവാദികൾ, കാന്തനാണ്. കാന്തനൊപ്പം എന്നോട് വന്നിട്ട് ചോദിക്കുക, ഇതെന്താ നിങ്ങളുടെ കൊച്ചിനെ എന്താ നിങ്ങൾ പഠിപ്പിച്ചു വിട്ടേ? ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? എന്താ ഈ കുട്ടിയെക്കുറിച്ച് കേൾക്കുന്നത്? വീട്ടുകാർ പറയടാ, ഞങ്ങളെ നിനക്ക് വിവാഹം ചെയ്തു തന്നാ നീ എന്നെ കൊണ്ടുപോഞ്ഞേ, ഞങ്ങൾ നോക്കി വരണോ? നിനക്ക് തന്ന പെണ്ണ കൊണ്ടുപോകും, ഇവിടെ ഇതും ചോദിച്ചു വന്നേക്കല്ല്. മനസ്സിലായോ? അതുകൊണ്ട് ഈ പെൺകുട്ടി തെറ്റിപ്പോകാനുള്ള ചെറിയ സാധ്യത, പരപുരുഷനിലേക്ക് തിരിയാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. ഇത് വരാതിരിക്കാൻ കാന്തൻ്റെ അപ്പൻ ഒരു പ്രീ പ്ലാൻഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ?
ചാർച്ചയിൽപ്പെട്ട പക്വമതിയായ ഒരു മനുഷ്യനെ ഈ പെണ്ണിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാ കാര്യസ്ഥൻ. കാര്യസ്ഥനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നോക്കിക്കോണം, വിശ്വസ്തയോടെ ഈ പെണ്ണിനെ പിടിച്ച് എൻ്റെ മകൻ്റെ പക്കൽ തന്നേക്കണം. കാര്യസ്ഥൻ സമ്മതിച്ചു. ഞാനാ പറഞ്ഞത്, അങ്ങ് തന്നേക്കാം. നമുക്കൊരു കാര്യസ്ഥനുണ്ട് രാത്രി. ആ കാര്യസ്ഥൻ ഉറപ്പ് കൊടുത്തു പിതാവിന്. അതിനാ പുത്രൻ പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ ഇവിടെ വരും, അവൻ നിങ്ങളെ ഉറപ്പിക്കും, അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങൾക്ക് ബോധ്യം വരുത്തും, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന ഇപ്പോൾ സഭയെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം തമ്പുരാൻ ഏൽപ്പിച്ചതെങ്കിൽ ആ പരിശുദ്ധാത്മ നിയോഗം കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷാനുഭവം പോലെ സുപ്രധാനമാണ് പരിശുദ്ധാത്മാവിലെ ആരാധന. പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം രക്ഷാനുഭവം പോലെ പ്രധാനമാണ്. അല്ലല്ലോയ്യ. മിക്കവാറും ആളുകൾ ഈ രക്ഷയുടെ സന്ദേശം കറക്റ്റ് പറയും. സ്നാനം വരുമ്പോൾ ഒരു നാണമാണ് വേണ്ടി തല തിരിച്ചു പോകും. ചിലർ സ്നാനവും തറപ്പിച്ച് പറയും, പക്ഷെ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് മിണ്ടത്തില്ല. ആരാ നിന്റെ നാവ് കെട്ടിയത്? ഈ കാര്യസ്ഥന് വിധേയരായാട്ടെ, കാര്യസ്ഥൻ കാട്ടിത്തരുന്ന പാതയെ പോയാട്ടെ. ഞാൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആലോചന പറയുന്ന കാര്യസ്ഥന്റെ ശബ്ദം കാതുകളിൽ കേട്ട് അതിൻ പ്രകാരം ജഗജീവിതം നയിക്കുന്നവർക്ക് ഈ കാന്തനോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ സമാഗമത്തിന് അവസരമുണ്ടാകുകയുള്ളൂ. അതും സുപ്രധാനം. അല്ലല്ലോയ്യ. ചില വസ്തുതകൾ ഇതോട് ചേർത്ത് പറയാനുണ്ട്. ഒന്ന് നമുക്ക് പുറകോട്ടിറങ്ങാം. നമ്മൾ മറിയയിലേക്ക് തന്നെ വരാം. മറിയ യോസെഫിൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരു പെൺകുട്ടി. ഒരാൾ വായിച്ചു യോസെഫിൻ്റെ ചർച്ചിൽപ്പെട്ട പെൺകുട്ടിയാണ്. അവൻ എന്തോ വേലത്തിരം കണ്ട് പറഞ്ഞ കാര്യമാണ്. യോസെഫിൻ്റെ ചാർച്ചയിൽപ്പെട്ട പെൺകുട്ടി. അവളെ നിശ്ചയിച്ചു. രണ്ടു വഴിക്ക് പോയി കഴിഞ്ഞ മറിയെ ദൂതൻ സന്ദർശിക്കുന്നു. ഇവിടുന്ന് പഠിക്കാനുണ്ട്. ചില ആളുകൾ പറയുന്നത് നമ്മൾ ഈ മറിയോട് ഏതോ വെറുപ്പുള്ള ആൾക്കാരാണ്. മറിയോട് വെറുപ്പുണ്ടോ? എന്തോ കാര്യത്തിന് വെറുപ്പില്ലെന്ന് മാത്രമല്ല, ആഴമേറിയ സ്നേഹവും ആദരവും ബഹുമാനവും മറിയയ്ക്ക് കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ ദൈവത്തിൻ്റെ മക്കൾ. സംശയം വേണ്ട. നമ്മുടെ കർത്താവിന് ഇഹലോകത്തിൽ വരാൻ ഉദരം നൽകിയവളുടെ പേരാ മറിയ. ആ ഉദരത്തെ നോക്കി പറഞ്ഞ ഈ ഉദരം ഭാഗ്യമുള്ള ഉദര. അതുകൊണ്ടാണ് തൻ്റെ ദൂതൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. മറിയ ആദരവർഹിക്കുന്ന ഒരു സ്ത്രീരത്നമാണ്. പക്ഷെ ഒരു പേര് പറയുന്നത് കന്യാമറിയം എന്ന് പറയുന്നത്. പറയാമായിരുന്നു എവിടെ വരെ? യേശുവിനെ പ്രസവിക്കും വരെ അവൾ കന്യകാമറിയമായിരുന്നു. അങ്ങനല്ലേ? പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കന്യക എന്ന പദവി ഇല്ല, കാരണം കുഞ്ഞായി കഴിഞ്ഞു. ഇനി അടുത്തത് അതുകൊണ്ട് തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 1:25 വായിച്ചാട്ടെ. മത്തായി 1:25. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകൻ അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പോൾ അവളെ നമ്മൾ കണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചു. യോസെഫ് അവളെ പരിഗ്രഹിച്ചില്ല. നല്ല മലയാളം. ഗിനോസ്കോ, അറിയുക. അർത്ഥം, യോസേഫിന് അവളിൽ ഒരു ശിശു ഉണ്ടാകത്തക്ക വിധം അവർ തമ്മിൽ ദാമ്പത്യ ബന്ധമില്ലായിരുന്നു. എവിടെ വരെ? യേശുവിനെ പ്രസവിക്കും വരെ. അതിൻ്റെ അർത്ഥം എന്താ? അതിനുശേഷം
അവർ ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നുപോയി. വ്യക്തത വന്നോ? ഇത് വായിച്ചിട്ടൊരാൾ പറഞ്ഞ മരണം വരെ മീകളിന് മക്കളുണ്ടായില്ല. അപ്പം മരണം കഴിഞ്ഞുണ്ടായി എന്നാണോ ഉപദേശിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ മരണം വരെ മീകളിന് സന്താനങ്ങളുണ്ടായില്ല, അപ്പം മരണം കഴിഞ്ഞുണ്ടായി എന്നാണോ? എന്താ നിങ്ങളുടെ വ്യാഖ്യാനം? ഞാൻ പറഞ്ഞു അങ്ങോട്ട് പറയാം. പത്രോസ് വായ തുറന്നു, സംസാരിക്കാൻ ഭാവിച്ചു, അടച്ചതായിട്ട് കാണുന്നില്ല. നിങ്ങളെങ്ങനെ കാണുമെന്ന് ചോദിച്ചു. പുള്ളി പറയാ, എടോ അഹങ്കാരം പറയരുതെന്ന്. ഞാൻ 100 വാക്യം തരായിട്ട് ഇപ്പം. നിങ്ങൾ ഈ മറിയെ ആക്ഷേപിക്കരുതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീക്ക് ഭർത്താവിൽ മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ അപമാനമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ജനിച്ച അപമാനമായില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പുഷ്പഗിരിയിലും സാഹിബിൻ്റെ ആശുവിൻ്റെ മുമ്പിൽ ആൾക്കാർ പറയാം, ആകെപ്പാടെ നാണക്കേടായിപ്പോയി. എന്താ ഒരു കുഞ്ഞ് ജനിച്ചെന്നു? ഒരു നാണം കെട്ട ഏർപ്പാട്. എന്താ അങ്ങനെയാണോ? അല്ല. അങ്ങനെ അല്ലെന്നുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്ക് നാണക്കേട് വരും, അത് വേറെ കാര്യം. പക്ഷേ ദമ്പതികൾക്ക് മക്കളുണ്ടായി, ഭർത്താവിന് ഭാര്യയിൽ മക്കളുണ്ടായി എന്നുള്ളത് പാപമാണോ? അല്ല. യോസേഫിന് മറിയിൽ മക്കളുണ്ടായി. ശരിയാണോ എന്നൊരു വാക്യം കൂടെ വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം 53 മുതൽ വായിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം 13:53 മുതൽ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? അവര് പറയാൻ തുടങ്ങി, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? 4 സഹോദരന്മാരെ പരിചയപ്പെട്. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിങ്ങനെ ഉള്ളവരല്ലയോ? ഇവന്റെ സഹോദരികൾ ബഹുവചനം പറയുന്നതുകൊണ്ട് കുറഞ്ഞത് 2 പേര്. മറിയയ്ക്ക് മക്കൾ 6. മനസ്സിലായോ? ഒരാൾ പറയാ, അങ്ങനെയാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ ഈ 6 മക്കളിൽ ഒരാൾക്ക് ഏൽപ്പിക്കാതെ എന്തുകൊണ്ട് യോഹന്നാൻ ഏൽപ്പിച്ചു? മനസ്സിലായോ? ബാക്കിയുണ്ട്. ഇടയ്ക്ക് യോഹന്നാൻ്റെ സുവിശേഷം 7:3 മുതൽ വായിച്ചിട്ട് അങ്ങനെയാണോന്ന്, എന്താ ഇവർ ക്രൂശിൻ്റെ ചുവട്ടി വരാഞ്ഞെന്ന് വെച്ച് യോഹന്നാൻ്റെ സുവിശേഷം 7:3 മുതൽ. അവന്റെ സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോക. അടുത്ത പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ പ്രദേശത്ത് വന്നിട്ട് മുമ്പേ പറഞ്ഞ കക്ഷികളില്ലേ, അവർ പറഞ്ഞു ഇവിടെ കിടന്ന് അധികം അത്ഭുതമൊന്നും ചെയ്യണ്ട. എവിടെ പോകണം? നിന്റെ ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് എവിടെ പോകണം? അത് കസിൻസ് ആണെങ്കിൽ ശരിയാവില്ല, കാരണം കസിൻസ് ഓൾറെഡി ശിഷ്യന്മാരായി കഴിഞ്ഞു. നിന്റെ ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് നീ യഹൂദയിൽ പോകണം. തീർന്നില്ല. അടുത്ത നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. അതായി ക്രൂശിന്റെ ചോട്ടി വരാഞ്ഞ്. പിന്നീട് അവർ വിശ്വസിച്ചു, ഉയർത്ത് കഴിഞ്ഞ്. വ്യക്തത വന്നോ? അടുത്തത് വിവാഹ നിശ്ചയം ചെയ്ത മറിയ എന്നേക്കും കന്യകയല്ല. എന്നേക്കും കന്യകയാണെങ്കിൽ ഇനി ഒറ്റ സിമ്പിളൊരു ചോദ്യം. കന്യകയാണെങ്കിൽ ഈ കൊച്ചിനെ പിന്നെ എന്തിനാണ് ഈ കല്യാണം കഴിച്ച് യോസേഫിന് കൊടുത്തത്? കല്യാണം കഴിക്കുക വീട്ടിൽ നിർത്തിയാൽ പോരെ? മനസ്സിലായോ? ഈ മനുഷ്യൻ എന്തിനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്? ഇനി വേറൊരു കൂട്ടർ പറഞ്ഞത് അങ്ങനല്ല. ദൈവത്തിൻ്റെ അമ്മയാണ് ആര്? മറിയ. ഇപ്പം നമ്മൾ തിരിച്ചു, ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അമ്മയാണോ? ആണോ? അല്ല. ഉത്തരവില്ല. മറിയ
അമലോത്ഭവ എന്നൊരു വാദമുണ്ട്. എന്തതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? അശുദ്ധിയിലല്ല മറിയയുടെ ജന്മം. അതിന് തെളിവ് പറയുന്നത് എന്തറിയട്ടെ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ഒരു ദൈവത്വമാണ് ദൈവപുത്രനെങ്കിൽ ആ ദൈവപുത്രനെ ചുമക്കുന്ന ഉദരമുണ്ടല്ലോ, ആ വ്യക്തി അവരും സർവശക്തിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സർവവ്യാപിയായിരിക്കണം. എന്നോട് പറഞ്ഞു, ഞാനത് സമ്മതിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ മറിയക്കൊരമ്മയുണ്ടല്ലോ, അവരും ഇതുപോലെ ആയിരിക്കണ്ടേ? ആ അമ്മച്ചിക്കൊരമ്മച്ചിയില്ലേ, അവരോ അതിനപ്പുറം. അങ്ങനെയാണെങ്കിൽ നമ്മളല്ല ഇവരിൽ ആരോടെയും ജയിച്ചാൽ പോരെ? യേശു ക്രൂശിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? പിടികിട്ടിയോ? അല്ല, ഈ അമ്മ എങ്ങനെ ജനിച്ചു? പുരുഷ സമാഗമം കൂടാതോ? ആ അമ്മയുടെ അമ്മ എങ്ങനെ ജനിച്ചു? പുരുഷ സമാഗമം കൂടാതെയോ? അറിയുക, ഭർത്താവിന് ഭാര്യയിൽ മക്കളുണ്ടാകുന്നത് പാപമായി ബൈബിൾ പറയുന്നില്ലെന്ന് മാത്രമല്ല, അത് അനുഗ്രഹം. നീ സന്താന പുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം. അതാ തിരുവെഴുത്തിൻ്റെ പ്രമാണം. എത്തതോന്നോ? നമ്മുടെ കുമാരിയിലേക്ക് വന്നില്ല, അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് യോസേഫിനോട് പറയാ, എൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ. അപ്പോൾ ഈ പെൺകുട്ടി ഏതെങ്കിലും വിധത്തിൽ നിശ്ചയ കാലയളവിൽ വഴിതെറ്റിപ്പോയാൽ ഉത്തരവാദിത്വം പയ്യനോ അപ്പനോ. അതിനെ അവർ കാര്യസ്ഥനെ ആക്കിയേക്കുന്നത്. ഈ കാര്യസ്ഥൻ എന്തിനാ നിൽക്കുന്നറിയണ്ടേ? അങ്ങേര് കഴിവതും ഈ കല്യാണം നടത്താൻ വേണ്ടിയാ നിൽക്കുന്നത്. ഇന്നു വരെ ഈ പെങ്കൊച്ച് കാര്യസ്ഥനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പെണ്ണിനെന്തോ ആവശ്യമുണ്ടോ, അതൊക്കെ അറിഞ്ഞ് ഈ കാര്യസ്ഥൻ അവൾ കാണാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കും. ഉടുപ്പ് വേണോ? എന്താ നിനക്ക് വേണ്ട? ഭക്ഷണം വേണോ? നിനക്ക് തൈലം വേണോ? ഇതെല്ലാം ഈ കാര്യസ്ഥൻ കൊണ്ടു തരുമെന്ന്. ഇതിലെയാ എങ്ങനെയാണൊന്നുമില്ല, എങ്ങനെ എത്തുമെന്നറിയില്ല. തന്നെ വെളിപ്പെടുത്താതെ കാര്യസ്ഥൻ ഇത് എത്തിച്ചു കൊണ്ടിരിക്കും. ഇതിനുള്ളതെല്ലാം കാന്തൻ കൊടുക്കുന്നുണ്ട് കാര്യസ്ഥൻ്റെ കയ്യിൽ. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കരങ്ങൾ നീട്ടി ഈ കാര്യസ്ഥൻ നമുക്ക് തന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സകലതും പരിഹരിക്കാൻ കഴിയുന്ന ആ ദൈവപുത്രന്റെ നാമത്തിൽ പിതാവിനോട് യാചിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ അധികം നൽകി പ്രാർത്ഥന കേൾക്കുന്ന ദൈവപുത്രൻ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഇന്നും തൻ്റെ ജനത്തെ നയിക്കുന്നു. നമുക്ക് വേണ്ടതൊക്കെ അറിഞ്ഞവൻ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ കാര്യത്തിൽ ചെറിയ തെറ്റൊക്കെ കണ്ടാൽ അതിനെ പർവ്വതീകരിച്ച് നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന ആളല്ല. കാര്യത്തിൽ എന്ത് ചെയ്യുന്നറിയണ്ടേ? നേരെ പരമാവധി നമ്മളെ ശിക്ഷിക്കും, ശാക്തീകരിക്കും, ശുദ്ധീകരിക്കും. എന്നാലൊരു കാര്യം, ഈ തെറ്റൊക്കെ കാണുമ്പോൾ കാന്തനെ കണ്ടിട്ട് കാര്യസ്ഥൻ പറയും, ഒന്നും പേടിക്കണ്ട, നല്ല കുട്ടിയാണ്, കൊച്ചുകുട്ടിയല്ലേ. അതെത്ര തവണ ഇന്ന് ഈ മോതിരത്തിൽ ചുംബിക്കുന്ന ഞാൻ കണ്ടെന്നറിയോ? അവനെ ഓർക്കാൻ അവൻ്റെ പേർക്കൊത്തിയൊരു മോതിരം ഈ കരങ്ങളിലുണ്ട്. അതിങ്ങനെ അവൾ ചുംബിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഈ കാന്തനെക്കുറിച്ചുള്ള ഇഷ്ടം ഹൃദയത്തിൽ നിന്നൊരു അണുവിട വ്യതിയാനമില്ലാതെ എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കണം. ആ മനോഹരമായ ഓർമ്മകളാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അങ്ങനെ കാത്തിരിക്കുക. അതിനിടയ്ക്ക് ഈ പെണ്ണെന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ കാന്തൻ പറയും, ഈ കാര്യസ്ഥൻ പറയും, ഒന്നുമില്ല, നല്ല കുട്ടി, ഞാനല്ലേ പറഞ്ഞേ. ഇതിനകത്തൊരു അപകടമുണ്ട്. ഏതെങ്കിലും കാരണത്താൽ കാര്യസ്ഥൻ തള്ളിയാൽ പിന്നെ കല്യാണമില്ല. പിടികിട്ടിയോ? പുത്രനു നേരെ, പിതാവിന് നേരെ പാപം ക്ഷമിക്കും, പക്ഷേ ദൈവപരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. നമുക്ക്
രാത്രി യേശുവോട് കൂടുതൽ അടുക്കാൻ, തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഒരു സ്പർശം, ഒരനുഭവം, അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് വ്യാപരിക്കട്ടെ. അപ്പോൾ ഏറ്റവും തീവ്രമായ ആനന്ദനിർഭരമായ ആ അനുഭവത്തിൽ കാന്തനെ തന്നെ കാത്തിരിക്കെ ഒരു ദിവസം കാന്തൻ ഇങ്ങ് വരും. കാന്തൻ വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, പണ്ട് കണ്ടിട്ട് പോയ കുട്ടിയാ. അവൾ വളർന്നു, അവൾ കൂടുതൽ സുമുഖിയായി, സുന്ദരിയായി. പണ്ട് കണ്ട ആ മെലിഞ്ഞുണങ്ങിയ ബാലനെയല്ല ഇപ്പോൾ കാണുന്നത്. ആരോഗ്യദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. ഇവർക്ക് വന്ന മാറ്റം ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഇതുപോലെ നിരവധി കന്യകമാർ ഒത്തൊരുമിച്ചങ്ങോട്ട് ആനയിക്കാൻ വരുമ്പോൾ ഈ കാര്യസ്ഥൻ വിളിച്ചു പറയും, മണവാളൻ മണവറ വിട്ട് മണവാട്ടി ഉള്ളറ വിട്ട് പുറത്തു വരട്ടെ. പക്ഷെ ആര് വിളിച്ചു എന്നറിയില്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്ന ചില കോഡ് ലാംഗ്വേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ആളുകളെ തിരിച്ചറിയാൻ. മനസ്സിലായോ? അതിനാ പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കും. ഞാനവിടുത്തെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ന് രാത്രി ദൈവദാസൻ സംസാരിക്കും, തൻ്റെ ബുദ്ധിയിൽ നിന്നൊരു കാര്യവും ഇവിടെ പറയാൻ ഇടവരാത്ത വിധം ദൈവമേ നീ തന്നെ അനുഗ്രഹിക്കണേന്ന്. ഞാൻ ചോദിച്ചു, വിവരക്കേട് കേൾക്കാനാണോ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ബുദ്ധി കൊണ്ടൊരു കാര്യവും ഇവിടെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാൽ പിന്നെ എന്നെ വിളിക്കണമായിരുന്നു. നമ്മളെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ബുദ്ധിയോട് കേൾക്കാൻ വന്നാണോ? ഇല്ല. ഇത് രണ്ടും രണ്ടാ കാര്യം, അത്രേ ഉള്ളൂ. കിട്ടിയോ? ബുദ്ധി എന്ന് പറയുന്നതേ പ്രാക്ടിക്കലി വേറൊരു കാര്യമാണ്. ക്രിസ്ത്യൻ മാനസികാവസ്ഥയിൽ അത് ലോകത്തിൻ്റെ കുശാഗ്രബുദ്ധി അല്ല. കുശാഗ്രബുദ്ധി ഭാവമാണ്, പക്ഷെ ബുദ്ധി ദൈവത്തിൻ്റെ ദാനം, അത് മറ്റൊന്നാണ്. സ്തോത്രം. അതിന് പ്രായോഗിക ബുദ്ധി എന്ന് പറയും. സ്തോത്രം. അപ്പോൾ ഞാനതിലേക്ക് ഒത്തിരി കിടക്കുന്നില്ല. പക്ഷെ ആത്മാവിലും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ഇവിടെ എന്താണ് ഈ ആത്മാവിലെ പ്രാർത്ഥന? ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ചെയ്യാൻ പട്ടാളക്കാരന് കോഡ് ഭാഷ കൊടുക്കും ക്യാപ്റ്റൻ. ആക്ഷൻ നടക്കാൻ പോവുക, ആക്രമണം ശക്തിപ്പെടാൻ പോവുക. ഈ ഘട്ടത്തിൽ തൻ്റെ മേലധികാരി കൊടുത്തിരിക്കുന്ന ആ കോഡ് ഉപയോഗിച്ച് വിളിക്കും, ആൾ കയറി വരും, ആക്രമണം ആരംഭിക്കും. ബറ്റാലിയൻ കയറി വന്ന് പരിപാടി തുടങ്ങുക. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കേട്ടാൽ കേൾക്കുന്നവനെ മനസ്സിലാകുകയില്ല ഇത് എന്നതാണ്. അന്യഭാഷ മനസ്സിലാകാത്തതിൻ്റെ കാര്യം പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. എന്നോടൊരാൾ പറഞ്ഞേ, കാര്യമൊക്കെ കൊള്ളാം, നിങ്ങളുടെ ഈ പാട്ടും ആരാധന എല്ലാം സന്തോഷമാണ്, പക്ഷേ ഈ അന്യഭാഷ ഒരുമാതിരി ഒരു സുഖമില്ലാത്ത ഏർപ്പാടാന്ന്. ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ചെയ്യുന്നു. പിന്നെയും പറയാതല്ല, ഇതങ്ങ് നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞു, ഇത് നിർത്തിയാൽ പിന്നെ നമ്മളുണ്ടോ? നമ്മളില്ല. അംശമുണ്ടോ നിങ്ങൾക്ക്? ഇതൊന്ന് നിർത്തി നോക്കി. നമ്മൾ വട്ടപ്പൂജ, ഇത് നിർത്തിയാൽ നമ്മൾ വട്ടപ്പൂജ. ഇത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാ നീ ഇങ്ങനെ വട്ടപ്പൂജയുമായിട്ട് തീർന്നത്. പിടികിട്ടിയോ? വട്ടപ്പൂജയായിട്ട് ചുരുങ്ങാൻ കാരണം എന്താ? ആത്മനിറവിൻ ഭാഷയെ നിരാകരിച്ചു, സത്യമറിഞ്ഞിട്ടും വേണ്ടെന്ന് വെച്ചു. നമുക്ക് അങ്ങോട്ടൊന്ന് വരാം, ശ്രദ്ധിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ഇതിനോട് ഇത്ര വെറുപ്പ്? അതെ, നിങ്ങൾ ഏതാണ്ടെല്ലാം വിളിച്ചു പറയാം, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പള്ളി മനസ്സിലാകുന്നില്ലെന്നല്ല ഉള്ളോ, അതിനിപ്പോൾ എന്നാ കുഴപ്പം? അപ്പോൾ അവർ പറയുക, മനസ്സിലാകാത്ത ഈ കാര്യം എന്തിനു പറയുന്നതാണ് ചോദിച്ചു. എന്തിനു പറയുന്ന? അതൊരു ശരിയാ, കാരണം അവന് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നമ്മൾ പറയണ്ടെന്ന്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഇവിടുന്നുണ്ട്, ഞാൻ ഇവിടുന്നുണ്ട്, ലാറ്റിൻ സംസാരിക്കാമെന്ന് കുട്ടിക്കോ. അപ്പോൾ അത് കേൾക്കാൻ ഒരു സായിപ്പുണ്ട്, ലാറ്റിൻ കേട്ടാൻ മനസ്സിലാകുന്നത്. നിങ്ങളവിടെ ഒന്നുകൊണ്ട് പറയുക, എനിക്കിനത് താല്പര്യമില്ലെന്നൊരു കാര്യമുണ്ടോ? എൻ്റെ കേട്ടാത്ത നിങ്ങൾ കേൾക്കാൻ പറഞ്ഞല്ല, അപ്പുറത്തൊരുത്തം നിൽക്കുക, അവൻ കേൾക്കാൻ പറഞ്ഞ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് കരുതി ഇതിവിടെ നിർത്തുകയില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. അവസാനം പുള്ളി ചോദിക്കുക, ഇതെന്താ മനസ്സിലാകാത്ത? അവിടെ പറയാം,
ഇത് മനസ്സിലാകാതിരിക്കാൻ കാരണം വളരെ സിമ്പിൾ, ഇത് അന്യഭാഷയാണ്. എന്തോ ഇത് അന്യഭാഷയാണെന്ന്. പിന്നെയും പുള്ളി പറയുക മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് അന്യഭാഷയാ സുഹൃത്ത്. വീണ്ടും പറയുക മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് അന്യഭാഷയാണ്. വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞ അന്യഭാഷയാണ്. മനസ്സിലായി. രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. അതെന്നാ മനസ്സിലാകത്തെ? ഞാൻ പറഞ്ഞ അത് അന്യഭാഷയാണ്. അതിൻ്റെ കാര്യം പറയാം. പൊരുൾ മനസ്സിലായോ? അന്യഭാഷ എന്താണെന്ന് ഞാൻ പറയാം. ഒരു ചോദ്യം സ്വാഭാവികമായിട്ട്. അപ്പോസ്തലപ്രവൃത്തി 2 ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ആളുകൾ ചൊല്ലി വിളിച്ച അന്യഭാഷ കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടേ അവർ പറയുക, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമല്ല, ഒരു ഒന്നൊന്നര ചോദ്യമാണ്. ആ ചോദ്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു. അന്ന് പറഞ്ഞ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലായി എന്നത് തെറ്റാ. മനസ്സിലായവർ പറയുക, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യം. മനസ്സിലാകാത്തവൻ പറയുക, ഇവർ വീഞ്ഞു കുടിച്ചെന്നു. പിടികിട്ടിയോ? വീഞ്ഞു കുടിച്ചു. ഇത് രണ്ടും ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ പറയും ഏതാണ്ടൊക്കെ രണ്ടും ശരിയാണ്. വീഞ്ഞു കുടിച്ചോ? അല്ലെന്ന്. വീഞ്ഞു കുടിച്ചതുപോലെ കേൾക്കുന്നവർക്ക് തോന്നാൻ പാകത്തിന് ചില കാര്യങ്ങൾ ആത്മാവ് വരുമ്പോൾ വരും. സംശയമുണ്ടോ? പറയാം. ഈ വീഞ്ഞു കുടിച്ച് പൂസായിട്ട്, മദ്യം കഴിച്ച് പൂസായിട്ട് ഇതിലേ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവരാ പോകുന്ന പോക്ക് കണ്ടോ? വഴിയെ കൂടി ഇങ്ങനെ നടന്ന് അപ്പം തന്നെ പോലീസ് വന്നാൽ ഒരു ചെറിയ ബോധം ഉണ്ട് താനും. ഒരു ചെറിയ ബോധം അത്യാവശ്യത്തിന്. പിന്നെ ഭയം വരുന്ന ആളുകളെ കണ്ടാൽ ഒരു ചെറിയ ബോധം അവർക്കുണ്ട് താനും. കണ്ടോ? ചിലർക്ക് നല്ല ബോധമുണ്ട്. അതാ കാര്യം. അപ്പം ബോധം അവർക്ക് വരും തന്നെയല്ല. ഈ മദ്യപിച്ച് പോകുന്ന ആളുകൾ ഒരു ഗുണമുണ്ടോ? ഒരു ഗുണം. ആരെ കണ്ടാലും വിളിക്കും, അളിയോ. സ്വന്തം പിതാവ് അതിലേ വന്നാലും പറയൂ, അളിയോ എന്നുണ്ട്. തെറ്റായിട്ട് പറഞ്ഞല്ലത്. പണ്ടൊരിക്കൊരു കുടിയൻ അങ്ങോട്ട് വെക്കുകയല്ലെന്ന്. അങ്ങനെ കുഴപ്പമില്ല, ലഹരിയുടെ സവിശേഷതയാണ്. അതാ ഞാനും പറഞ്ഞേ, ഈ ലഹരി വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്കും ഇങ്ങനെയാണ്. നല്ല ലഹരി വന്ന IPC ആണോ, ചർച്ചക്കോടാണോ, ഷാരോനാണോ ഒന്നും ചെയ്യില്ല. സഹോദരോ എല്ലാം ഉണ്ട്. അതാ പറഞ്ഞ ശരി. ചിലപ്പോൾ ശരിയുണ്ടെന്നില്ല. ഇപ്പോൾ പിടികിട്ടിയോ? ഒരു ചെറിയ ശരിയുണ്ട്. ശ്രദ്ധിച്ച്. അപ്പോൾ ഇന്നെന്നെ മനസ്സിലാക്കാത്ത പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രതിപാദിക്കുന്ന സംഭവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവ് ആദ്യമായി നമ്മുടെ ജഡത്തിൽ പ്രവേശിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തി 2. അതുപോലെ ഇനി പ്രവേശിക്കണം എന്ന് ശടിക്കരുത്. കാരണം ഇതേ കാര്യം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നടന്നപ്പോൾ ആർക്കും മനസ്സിലായില്ല. ആരും ഇത്തരത്തിലൊന്നും കണ്ടില്ല. ഇതേ കാര്യം ശമര്യർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2 കണ്ടതുപോലെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായില്ല. അഗ്നിജ്വാല പോലെ വിളനിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായില്ല. അവര് അവിടെ കണ്ട രീതികളൊന്നും ഇവിടെ കണ്ടില്ല. ഓരോ ദിവസവും പുതുമകൾ പുതുമകൾ പുതുമകൾ, വ്യത്യസ്തതകൾ. അത് ആത്മനിറവിൻ്റെ പ്രത്യേകത. കോപ്പി ബുക്ക് ശൈലിയിൽ അന്ന് നടന്ന സംഭവം വീണ്ടും അതുപോലെ ആവർത്തിക്കും എന്നല്ല പഠിക്കേണ്ടത്. ആത്മനിറവിൻ്റെ ആ ചര്യയ്ക്ക്, ആ പ്രവൃത്തിക്ക് അതിര് കൽപ്പിക്കാൻ ആർക്കുമാവില്ല. മാളിക മുറിയിൽ വന്നതുപോലെയല്ല കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്നത്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്ന പോലെയല്ല മറ്റിടങ്ങളിൽ ഉണർവ് നടക്കുന്നത്. ഉണർവിൻ്റെ രീതിക്ക്, ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് നിയതമായ രൂപമില്ല. ആത്മാവ് അതിൻ്റെ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ വിനിയോഗിച്ച് തൻ്റെ മക്കളിൽ വ്യാപരിപ്പിക്കും എന്ന് മാത്രമല്ല, പുതുനിയമത്തിൽ ഒരു നിബന്ധന കൂടി വെച്ചു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. ലേഖനങ്ങളിൽ ബ്രദറെ ഉപദേശം കിടക്കുന്നത്. ലേഖനങ്ങളിൽ ഉപദേശം വ്യക്തതയോടുകൂടി 1 കൊരിന്ത്യർ 14:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുക, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആത്മനിറവിന്റെ ഭാഷ വശമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ സംസാരിക്കുന്നത് ആത്മാവിൽ മർമ്മങ്ങൾ. ദൈവാത്മാവോട് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിച്ച് ആത്മാവിൽ കൂടുതൽ ശക്തിപ്പെടാൻ അവിടുത്തെ ആത്മാവിന്റെ പ്രചോദനത്താൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് പ്രവഹിച്ച് നമ്മുടെ നാവിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ ആത്യന്തികനായ ദൈവത്തോട് സംസാരിക്കുന്നതാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. ഞാൻ അവസാനിപ്പിക്കാം. ഇനിയൊരു കാര്യമുണ്ട്. അന്യഭാഷയുള്ള ദൈവമക്കളെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇല്ലാത്തവരെ ഓർത്തും സ്തുതിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേക്കാം. ചിലർക്കത് കിട്ടിയില്ലെന്നോർത്ത് അവരാധമഭാവികളോ മഹാതീവ്രവാദികളോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ ധരിക്കല്ലേ. ഇത് കിട്ടിയവരെ അഹങ്കരിക്കാൻ വരട്ടെ. യോഗ്യത നോക്കി അവനാർക്കും ഒന്നും കൊടുത്തിട്ടില്ല. മനസ്സിലായോ? യോഗ്യത നോക്കിയല്ല എനിക്കവൻ ആത്മശക്തി തന്നത്. യോഗ്യത നോക്കിയിരുന്നെങ്കിൽ എനിക്കിത് കിട്ടില്ല. യോഗ്യത നോക്കിയാൽ നല്ല അടി കിട്ടേണ്ട നമുക്കവൻ അയോഗ്യരായ നമ്മെ കണ്ട് സ്നേഹിച്ച നിതാന്തമായ സ്നേഹം നിമിത്തം ഒരു കൃപ നമ്മിൽ വ്യാപരിപ്പിച്ചതാ ആത്മനിറവിൻ്റെ ആരാധന. അത് ലഭിച്ചത് എന്തുകൊണ്ട്? പറയാം, കൃപ. അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, വാഞ്ചിക്കണമെന്ന്. ഹല്ലേലൂയ. വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. ആഗ്രഹം കൊണ്ടാ ഭക്തന്മാർ മുഴങ്കാലിരുന്ന് പണ്ട് പാടുമായിരുന്നു. ശൂന്യവും പാഴുമായി തള്ളിയതാമീനിൻ മന്ദിരം തന്നീലെന്ന് ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവി നീ വന്നെന്നിൽ ഇന്നു മധീവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവി നീ വന്നെന്നിൽ ഇന്നു മധീവസിക്ക. ആത്മാവ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ നാവിലൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പറയും. പിന്നൊരു കാര്യമുണ്ട്. ഇത് വ്യാഖ്യാനിക്കാൻ ഒരാൾ സഭയിൽ എഴുന്നേറ്റ കൊള്ളാം. പണ്ടൊക്കെ നമ്മുടെ ബാല്യത്തിൽ വ്യാഖ്യാനിക്കുന്നവരെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നും ആ കൃപ കൊടുക്കാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. വ്യാഖ്യാനിയില്ല, എന്ത് ചെയ്യണം പറയാമോ? എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. വ്യാഖ്യാനിയില്ലേ മിണ്ടാതിരിക്കാൻ ഒരു വാക്യം തരുന്നവർക്ക് 25,000 ഉറുപ്പിക ഞാനിപ്പോൾ തരും. ചുമ്മാ പറ്റിക്കുക ആൾക്കാർ നമ്മളെ. അങ്ങനെയല്ല. വായിച്ചു. 1 കൊരിന്ത്യർ 14:28. മിണ്ടാതിരിക്കാനുണ്ടോ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചില പണ്ഡിതന്മാർ വചനം കോട്ടിക്കളയുന്ന ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. നിഷ്പക്ഷമായിട്ട് പഠിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14:28. റെഫറൻസ് ചെയ്യാതിരിക്കാൻ എളുപ്പമാണ്. 14ന്റെ ഇരട്ടി 28. 1 കൊരിന്ത്യർ 14:28. വ്യാഖ്യാനിയില്ല ഞാൻ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ. വ്യാഖ്യാനിയില്ലഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മിണ്ടായിരിക്കാനല്ല, മിണ്ടാതെ സംസാരിക്കണോ? അങ്ങനെ മിണ്ടാതെ ആക്കെ നമുക്കറിയാം മിണ്ടാതെ സംസാരിക്കാൻ. പിടികിട്ടിയോ? മിണ്ടാതെ സംസാരിക്കണോ? അതാ നിങ്ങൾക്ക് ഈ മനസ്സിലാകാതെ. മിണ്ടാതെ സംസാരിച്ച് അല്പം കഴിയുമ്പോൾ ഈ കൺട്രോൾ പോവും. അതാ വേറൊരു കാര്യം. അതിന് കാരണം പറയാം. ഈ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമുണ്ട്. പാട്ട് പാടുന്ന സഹോദരന്മാർക്കൊക്കെ ആയിട്ട് സ്തോത്രം. ഈ പാട്ട് പാടുന്ന ചിലയിടത്തൊരു വലിയ ശല്യമുണ്ട്. 1-2 ശല്യമുണ്ട്. അത് ഞാൻ ചിലത് പറയാം.
അതിലൊന്ന് ഈ പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വർഷിപ്പ് ലീഡറാന്ന് പറഞ്ഞു വരും. പാടുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇവർ ഈ കമൻ്ററി പറയുന്ന പോലെ അവിടെ നിൽക്കുക. ഇന്ന് രാത്രി ഒരു ആത്മപകർച്ച സംഭവിക്കുന്നു, ചിലർക്ക് അവൻ രോഗശാന്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ദൈവം ഇപ്പോൾ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്, ആരാധന. ഇയാൾ പണ്ട് കമൻ്ററി പറയായിരുന്നോ ഈ വള്ളംകളിക്ക്? ഇവിടെ ഇതൊക്കെ സംഭവിക്കട്ടെ, അതിനെന്തോ കുഴപ്പം? ആത്മാവ് ചിലരെ തൊടുവോ ചാടുവോ ഒക്കെ നടക്കട്ടെന്ന്. ഞങ്ങളുടെ അവിടെ ഒരു കടയുണ്ട്. പുള്ളിയോട് നമ്മൾ എന്തോ ചോദിച്ചാലും കൂടെ ഒരു ഉഴുന്നുവട കൊണ്ടുവെക്കും. ദോശ ചോദിച്ചാലും കൊള്ളാം, മസാല ദോശയുടെ കൂടെ ഉഴുന്നുവട വരിക സ്വാഭാവികം. പക്ഷേ ഏതാകാരം ചോദിച്ചാലും കൂടെ ഒരു ഉഴുന്നുവട. നമുക്കിത് വേണ്ടെങ്കിലും ഇതുകൊണ്ട് വെക്കുക. നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല ഇത്, പിന്നെന്താ ഈ വട വിറ്റ് തീർക്കണം. അതിനാ ഞാൻ ഈ ആൾക്കാരെ വിളിച്ചാൽ ഞാൻ ആ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ദോശ ചോദിക്കുമ്പോൾ ദോശ വന്നാൽ മതി, കൂടെ ഉഴുന്നുവട വന്നാൽ ഞാൻ കാടിക്കലത്തിലിടും. പാടാൻ പറഞ്ഞാൽ പാടിക്കോണം. കാര്യം മനസ്സിലായോ? ആ നേരം കൂടെ നല്ല പാട്ട് പാടിയോ പോരെ? ആ അങ്ങ് പാടിക്കോ നല്ല രീതിയിൽ. ക്ഷമിക്കണം, ഇതെന്തിനാ പറഞ്ഞറിയണ്ടേ? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് പറയുക, അല്പനേരം നമുക്ക് കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കുക. നല്ല നമ്മൾ കരമടിച്ച് ആരാധിക്കണം, ഒരു കുഴപ്പമില്ല. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങേര് പറയുക പോരാ. എവനാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? അല്ല, എന്തോ പോരെന്ന? ശബ്ദം പോരെന്നോ, ആത്മാർത്ഥത പോരെന്നോ, അതോ ആരാധിച്ച് എൻ്റെ സൗന്ദര്യം പോരെന്നോ? എന്താണോ ഇയാൾ ഉദ്ദേശിച്ച്? ഈ ശബ്ദം അത്ര കനപ്പെടുന്നു എന്ന് നോക്കിയാണോ ആ കൃപ തരുന്നേ? അല്ല, ആത്മാർത്ഥത. ഹല്ലേലൂയ. സന്തോഷമില്ല. കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തെ പ്രകാശനം, അത് ഹല്ലേലൂയയാകാം, സ്തോത്രമാകാം, അന്യഭാഷയാകാം. അന്യഭാഷ പറഞ്ഞിങ്ങനെ ചില ആരാധിക്കുന്ന ആളുകളെ കണ്ടിട്ടും ചിലർക്ക് ചില സംശയമൊക്കെ വരും. ആ കാര്യം കൂടെ പറയാം. ചെല്ലി നല്ല ആരാധനയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞങ്ങളൊക്കെ ഈ പ്രസംഗിക്കാൻ കയറി ചെല്ലുന്നത്. അതിൻ്റെക്ക് നമ്മളെ കണ്ട് ഈ ആരാധിച്ച പുള്ളി തിരിച്ചു വന്നിട്ട് ചോദിക്കും, എപ്പോഴാ വന്നേ? ആ വന്നതേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ ബാക്കി പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ഫിനിഷ് ചെയ്ത് പോവുക. അതിനിടെ തിരിച്ചു ചോദിക്കും, ചായ വിത്തൗട്ടാണോ? അതെ. ആ പിന്നെ അതിൻ്റെ ബാക്കി അല്പം കഴിഞ്ഞോണ്ടിരിക്കും, ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ ഈ വർഷം സ്ഥലമാറ്റം ഉണ്ടോ? ഒന്ന് ഈ കൈയടിച്ചങ്ങ് തീർക്ക്, അല്ലേ ചായ കൊടുത്ത് അതങ്ങ് തീർക്ക്. കാണുന്നവൻ എന്തോ തോന്നും, ആ ചുമ തെറ്റിദ്ധരിപ്പിക്കാത്ത ദൈവത്തിൻ്റെ ഭാഷ. പിടികിട്ടിയോ? ചിലർക്ക് മനസ്സിലാകുന്നില്ല, ചിലർക്ക് പോരാനും. ഒരു കൂട്ടർക്ക് മനസ്സിലാകുന്നില്ല. ചില ദൈവത്തെ നമ്മൾ ആരാധിച്ച് പറയുക പോരാ. ആ ഇനി കാരണം പറയാം. ഞാൻ ഈ വഴി ഇങ്ങനെ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയെന്ന് വിചാരിക്കുക. ഞങ്ങൾ ഈ ഹൈ റേഞ്ചുകാർക്ക് എൻ്റെ ഭാഷയ്ക്ക് ഈ മലബാർ സ്വഭാവം വന്നത് ഞാൻ അവിടെ വളർന്നത് കൊണ്ടാണ്. ജനനമൊക്കെ ഈ നാട്ടിലാണ്, ഹൈ റേഞ്ചാണ്. അപ്പം ഞങ്ങൾ ഈ ചായ നല്ല ക്വാളിറ്റി ഉള്ളതേ കുടിക്കുള്ളൂ. ഞങ്ങളുടെ ഒരു ചായ സമയം നിങ്ങളുടെ 4 ചായ അത്ര സ്ട്രോങ്ങാണ്. അതുകൊണ്ട് ഈ പാമ്പ് കടിച്ചാൽ പൊരി കേൾക്കുകയില്ല. നമ്മളെയൊക്കെ പാമ്പ് കുത്തിവെച്ച് നാണിച്ച് തിരിച്ചു പോകും. കഷ്ടമായിപ്പോയല്ലോ, എന്തോ ഒരാപത്ത് ആരെയാ കണി കണ്ടേന്ന് വെച്ചാൽ അവൻ തിരിച്ചു പോകും. അത്ര വീര്യമുള്ള സാധനമാണ് ഞങ്ങൾ ഈ കുടിക്കുന്ന ചായ, ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ വന്നു. ഇവിടുത്തെ പാസ് പറഞ്ഞു, ആ ഇരിക്കും വികാസം ചായ. ഞാൻ പറഞ്ഞു പോരട്ടെ, ഈ പുരുഷന്മാർക്കൊരു പ്രശ്നമുണ്ടേ, ചായ നഖത്തോട്ട് പറയല്ലാതെ ഈ സമയത്തിന് ഈ തേയിലപ്പൊടിയൊന്നും മേടിച്ചു കൊടുക്കുകയില്ല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമുക്കിതുവല്ലോ അറിയോ? അഥവാ തേയിലപ്പൊടി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോയാൽ തേയിലപ്പൊടി മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ആഴ്ച ആ പോരട്ടൊരു 2 ചാക്ക് തേയിലപ്പൊടി, ഇതെല്ലാം ജീവിക്കാൻ നമ്മുടെ വിചാരം. നമ്മൾ ആ വാക്യം പോലെ ചിന്തിച്ചാൽ മതി. സ്ത്രീ തന്നു ഞാൻ കഴിച്ചു, അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. അവർ ചെയ്തോളൂ അതൊക്കെ ഭംഗിയായിട്ട്. ആ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു, തേയിലപ്പൊടി വാങ്ങിയില്ല. അപ്പോൾ പാസ്റ്റർ ഈ വൈഫ് വന്നിട്ടേ ഞാൻ കാണാതെ ആ കഥകിന് മറങ്ങിങ്ങനെ നിന്നിട്ടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ചായ ആറ്റി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ. ഞാനിതിങ്ങനെ കാണുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. പാസ്റ്ററിനോട് പറഞ്ഞു, അച്ഛാ ഇരിക്കേ, ആ കണ്ട് ഈ പുസ്തകം എല്ലാം വായിച്ചുകൊണ്ടിരിക്കാൻ, ഇപ്പോൾ വരാം. ആ
ബൈക്കെടുത്തൊരൊറ്റ പോക്ക്, ചായ, സ്നാക്സിന് വേണ്ട സകല സാധനവും ഒരൊറ്റ സാധനമായിട്ട് ഇനി വന്നു, ചായയൊക്കെ ഇട്ട് തന്നു. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ചോദിക്കുക, ഈ സഹോദരി ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു, ഈ കാണിക്കുന്ന കണ്ടാൽ എനിക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. ഇത് ചിലപ്പോൾ നമ്മൾ കണ്ടവർക്ക് ഈ സ്ത്രീ പണ്ടങ്ങാണ്ട് ഈ ട്രാഫിക്കിലായിരുന്നു ഓർക്കും, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. കൃപയുള്ള ദൈവാസന്മാരാരും തോന്നും, ആ ഇളകിയത് കേട്ടോ, രക്തത്താൽ ചെയ്യും, സ്വത്രം. എന്താ കാര്യം? ഇങ്ങനെ കുറേ ആക്ഷനൊക്കെ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഭയങ്കര പരിപാടി. ചില കണ്ടത് ധിക്കാരിയായ ഒരു സ്ത്രീ കാണിച്ചു കണ്ടതുണ്ട്, ഇങ്ങനെ വ്യാഖ്യാനം വന്നേ, പിടികിട്ടിയോ? അപ്പം ഞാനവിടെ നിന്ന് പറയാ, മനസ്സിലായില്ലല്ലോ നിങ്ങൾ എന്താ ഈ സംസാരിച്ച്, എനിക്ക് പിടികിട്ടിയില്ലല്ലോ. എടാ, ചായ കുടിച്ചു പോക്കോണം, കാന്തനോട് സംസാരിച്ചെടുത്തേ, നിനക്കെന്നാ കാര്യം? കാര്യം മനസ്സിലായോ? കാന്തനോട് സംസാരിച്ചെടുത്തേ, നീ ശ്രദ്ധിച്ചതേ തെറ്റായി പോയി. കാന്തനോട് ചിരിക്കും, ഇങ്ങനെ കൈ കാണിക്കും. ആ, സ്ത്രീക്ക് അതിന് അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിടികിട്ടിയോ? വെറുതെ അല്ല, സ്ത്രീക്ക് തൻ്റെ ഹസ്ബൻഡിനോട് അത്യാവശ്യം ശുഭിതയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്ത കൃതിയാ ഈ വിശുദ്ധ തിരുവെഴുത്ത്. അല്ലേ? ഉപദേശിമാർ പറഞ്ഞു കൊടുക്കണം, കൊടുക്കത്തില്ല. പൗരിമാരെ കേട്ടു, സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കാനൊന്നും വാക്കില്ല. അങ്ങനെ വാക്കിയുണ്ടോ? വാക്കില്ല. പിന്നെ എങ്ങനെ വാക്യം? ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ, അല്ല സ്ത്രീ പുരുഷനല്ല. വ്യത്യാസം മനസ്സിലായോ? കണ്ട സ്ത്രീകളെല്ലാം നമുക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനല്ല. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ. പിന്നെ അടുത്ത വാക്യം, സ്ത്രീ പുരുഷൻ്റെ ശരീരത്തിന്മേൽ അവനല്ല അധികാരമൊന്നും. ആർക്കാ അധികാരം? സ്ത്രീക്ക്. ഇതെത്ര ദൈവാസന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് ദൈവം ചില സവിശേഷ ബോധങ്ങളെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അധികാരമുള്ളത് കൊണ്ടാണ് നമ്മുടെ പോക്കറ്റ് അടിക്കുന്നത്. പിടിയോ? അല്ല, ചുമ്മാ അല്ല, ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വയ്ക്കില്ലേ, മേലാൽ അവിടെ അങ്ങനെയൊന്നും പറയാൻ നോക്കിയില്ല. അത് അവർക്കൂടെ അവകാശപ്പെട്ടതാ. വേറെങ്ങും പോയി എടുക്കാതെ കൃത്യം എടുത്തെന്തുകൊണ്ടാണ്? അധികാരം ദൈവം തന്ന അധികാരമാണ്. പിടികിട്ടിയോ? അല്ലാതെ അടിക്കരുത്, ഒരു മര്യാദ കാണിക്കണം. ഇപ്പോൾ ഉപദേശം ഇങ്ങനെ പറഞ്ഞു നോർത്ത് പോട്ടെ, തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരണ്ടേ? ക്രിസ്തു എന്ന കാന്തൻ്റെ ആ ശരീരത്തിന്മീതെ ഇന്ന് നമുക്കുമുണ്ടെന്ന് ഈ അധികാരം. വിശ്വാസമുണ്ടോ? ആ കാന്തന് മീതെ, കാന്തയോട് എന്തെല്ലാം അധികാരമുണ്ടോ ഈ അധികാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാവും. ചില ഈ കല്യാണത്തിന് അത്രയും പ്രസംഗം നിർത്തുക, താഴത്തെ വാക്യം കാണത്തില്ല. അതാ പ്രധാനം. എന്താ പറഞ്ഞതെന്ന് അറിയട്ടെ? അപ്പോസ്തലൻ പറയാ, എൻ്റെ പൊന്നു ചേട്ടായിമാരെ, ഞാൻ നിന്നെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ഇരുവരും ഒരു ദേഹമായി തീരും. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ആ മനോഹര നിമിഷം ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നറിയണ്ടേ? ആ കാര്യസ്ഥൻ നടുവിലേക്ക് വന്നിട്ട് നമ്മോട് പറയുന്നൊരു കാര്യമാണ്, അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. എന്താർത്ഥം? മാലിന്യ കലുഷിതമായ ഇഹലോക ജീവിതത്തിൻ്റെ കുടുംബം, ഇഹലോക ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, അതിനെയെല്ലാം മറന്നിട്ട്, സ്വജനത്തെ, പിതൃഭവനത്തെ മറന്നിട്ട് ഈ നാഥനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിക്കാൻ നിനക്കൊന്നൊരവസരമുണ്ടാകുക. അപ്പോൾ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ വീണ് നമസ്കരിക്ക. അത്തരമൊരു ശുഭദിനം താമസം വിനാ ഇതാ സംജാതമാകാൻ പോകുന്നു. നിഴലുകൾ പൊരുളുകളായി മാറുന്നു. കർത്താവ് തൻ ഗംഭീരനാഥ പ്രധാന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളധ്വനി ോടുകൂടെ ഇതാ മേഘങ്ങളിൽ തന്റെ തിരുസഭയെ അനയിക്കാൻ വരുന്ന സമയം സമാഗതമായതുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കുതിക്കുന്ന ഈ ദിനങ്ങളിൽ, ഈ സുവിശേഷ യോഗം ഈ 2-3 ദിനങ്ങളിൽ ഇവിടെ നടക്കുമ്പോൾ, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. ഇന്ന് ഈ അകപ്പെട്ടുപോയ, ഒറ്റപ്പെട്ടുപോയ ആ കാന്തയില്ലേ, അവൾ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ കാന്തനെ ധ്യാനിച്ചിരിക്കേ, തൻ്റെ പാട്ട്, തൻ്റെ ചിന്ത, തൻ്റെ ധ്യാനമെല്ലാം ഈ കാന്തനെ കുറിച്ച. അതിനിടയ്ക്ക് എല്ലാ വേദനകളും
ഹൃദയം കൊണ്ട് ഈ കാന്തനോട് വേദന പങ്കിട്ട് അത്ര പേര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഞാൻ പറയും, സാക്ഷ്യം പറയാൻ നിങ്ങൾക്കൊരവസരം ഇവിടെ തന്നു. സത്യത്തിൽ തുറന്നൊരു സാക്ഷി നിങ്ങൾ പറയില്ല. കാരണം ദുരാഭിമാനം. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ പൊതുജനം കേൾക്കാൻ എൻ്റെ കഷ്ടതയുടെയും വേദനയുടെയും പലതും മറച്ചു വെച്ച് എഡിറ്റ് ചെയ്തൊരു സാക്ഷ്യമേ ഞാൻ പബ്ലിക്കിൽ പറയാൻ എനിക്ക് സാധിക്കൂ. പക്ഷെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എൻ്റെ ഉള്ളമാത്മാവോട് പറ്റിച്ചേർന്ന് ഞാൻ പറയാത്ത 100,000 സാക്ഷ്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ ഒരു മുദ്രമോതിരമാക്കി നിൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. നമുക്ക് ഈ ചിന്തയൊക്കെ കിട്ടാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം ഒന്ന് പറയാം, അപ്പോൾ ചിന്ത പൂർത്തീകരിക്കും. പ്രിയരേ, നമുക്ക് ഇന്നാണല്ലോ നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളൊക്കെ ഒത്തിരി വളർന്ന മലയാളിയുടെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഗൾഫിലും ഇങ്ങനെയുള്ള സ്ഥലത്തുമൊക്കെ പോയാലേ വർഷത്തിലൊരിക്കലൊക്കെ കഷ്ടിച്ച വരവ്, അല്ലെങ്കിൽ 3-4 വർഷം കൂടുമ്പോൾ. ഇപ്പോൾ കിട്ടുന്നത്രയും നല്ല ജോലിയില്ല. പ്രൊഫഷണൽ വിദ്യാഭ്യാസവും നഴ്സിംഗ് കോഴ്സുമൊക്കെ വന്ന ശേഷമാണ് നല്ല ജോലി നമുക്ക് വിദേശത്ത് ലഭിച്ചത്. അതിനുമ്പോൾ കഷ്ടപ്പെട്ട ജോലിയാണ്. കപ്പലിലൊക്കെ നമ്മുടെ പപ്പായും നമ്മുടെ അങ്കിളും ഒക്കെ പണ്ട് ഗൾഫിന് പോയി വരുന്നത്. നിറമുള്ള കത്തുകൾ, വാക്കുകൾ, അതിലെല്ലാം ആ കാന്തൻ്റെ സ്വരം നമ്മളിങ്ങനെ കേൾക്കുക. അന്ന് പറന്നു വരുന്നൊരു കത്തും പോസ്റ്റ്മാനെയും കാത്തിരിക്കുന്ന അമ്മ, അച്ഛൻ, കുഞ്ഞുങ്ങളെല്ലാം കാത്തിരിക്കേ. കാന്തൻ്റെ കത്തങ്ങോട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ആ വീട്ടിൽ കൊച്ചു പിള്ളേർ കിടന്ന് ചാടും. പപ്പായുടെ കത്ത്, പപ്പ പൈസ അയച്ചിട്ടുണ്ട്, പപ്പ കൊണ്ടുവന്ന പെർഫ്യൂം, കൂട്ടുകാരൻ്റെ കൊടുത്തു വിട്ട വസ്തുക്കളൊക്കെ മേടിക്കും. പക്ഷെ അമ്മ, കാന്തൻ, അപ്പൻ നൊമ്പരപ്പെട്ട് കരഞ്ഞ അവിടെ ഇരിക്കുന്നത്. ഈ വാക്കിലല്ല, ഉള്ളത്തെ ത്രസിപ്പിക്കുന്ന വികാര വിസ്ഫോടനം അത് കാന്തനോട് ബന്ധമുള്ളത് കൊണ്ടാണ്. പ്രേസലോ. ദൂരങ്ങളിലിരിക്കുന്ന കാന്തനെ കാണാത്ത കാന്ത ഓരോ ദിവസവും മക്കൾ പറയും, പപ്പ വരുമ്പോൾ അത് വേണം, പപ്പ വരുമ്പോൾ ഇത് കൊണ്ടുവരണം. പപ്പ എഴുതും, പപ്പ വരുമ്പോൾ സൈക്കിൾ കൊണ്ടുവരും കുഞ്ഞിന്, പപ്പ വരുമ്പോൾ മൊബൈൽ കൊണ്ടുവരും. അന്നൊന്നും മൊബൈലില്ല, പക്ഷേ ഞാൻ സങ്കല്പത്തിൽ പറയുക, ഓരോന്നോരോന്ന് കൊണ്ടുവരും. പക്ഷെ ഒരിക്കൽ പോലും ഈ ഭർത്താവിനോട്, കാന്തനോട് ഒന്നും ചോദിക്കാത്ത ഒരാളുണ്ട്, അത് ഭാര്യ. അതിൻ്റെ അർത്ഥം ഇവൾക്കിഷ്ടം ഭർത്താവ് കൊണ്ടുവരുന്ന സ്വത്തിലല്ല, പണത്തിലല്ല, മറ്റൊന്നിലുമല്ല, ഈ കാന്തനെ അവൾക്കിഷ്ടം. സന്തോഷമാണോ? സന്തോഷമാണോ? ഞാനതുകൊണ്ട് ക്ലാസ് എടുക്കുന്നിടത്ത് പറയും, സ്വർഗത്തിൽ പോകുന്നതേ കിരീടം വെക്കാനോ തങ്കത്തിരി വീതി വഴി ഉല്ലസിക്കാനോ മനോഹര രത്നഖചിതമായ മണ്ഡലത്തിൽ രാജാവിനെ പോലെ സുഖലോലുപനായി കഴിയാനല്ല, ഈ കാന്തനെ കാണാനാണ്. നമുക്കിന്ന് രാത്രി പറയാം, സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കാന്തനെ സ്നേഹിക്കുക. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഈ കാന്തൻ വന്നു. ഗൾഫിൽ നിന്ന് വന്ന എയർപോർട്ടിൽ വന്നിറങ്ങി. ആനയിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതാ കുഞ്ഞു ചോദിച്ച സൈക്കിള്. പാഴ്സൽ തുറന്നു, എടുത്തു കൊടുത്തു. ഇതാ പപ്പായ്ക്ക് ഇതിരിക്കട്ടെ, ആ മമ്മിക്ക് ഇതിരിക്കട്ടെ. അവിടെ ഒന്നും ചോദിക്കാത്ത ഒരാളുണ്ടേ, അത് കാന്തയാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാന്തൻ ഒന്നും വാങ്ങാതാ വന്നേന്ന്? അത് വേണ്ട. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം നിന്റെ വികാര വിചാരങ്ങളുടെ ആകത്തുകയറിയുന്ന കാന്തൻ ആ പാഴ്സലിൽ ഏറ്റവും വിലപ്പെട്ടത് നിനക്ക് കൊണ്ടേ വരൂ. അതങ്ങോട്ട് കൈപ്പറ്റുമ്പോൾ കാന്ത പറയും, ഇതൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതൊന്നും അല്ല കാര്യം, എനിക്ക് നിന്നെയാണിഷ്ടം. അങ്ങയോടാണ് എൻ്റെ പ്രണയം, അങ്ങയോടാണ് എൻ്റെ താല്പര്യം. അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഈ കാന്തൻ്റെ അരികിലേക്ക് നമുക്കൊന്നണയാം. എല്ലാ കണ്ണുകളടച്ചട്ടെ, ഹൃദയങ്ങൾ ഏകാഗ്രമാക്കിയാട്ടെ. ഈ നല്ല കാന്തനെ നമസ്കരിച്ചാട്ടെ.
ഈ കാന്തന്റെ സ്നേഹനിർഭരമായ സാന്നിധ്യം കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, നാഥ എനിക്ക് നിന്റെ കാന്തയാകണം. ദൈവത്തിന്റെ കുഞ്ഞാടിയേ, നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്ക് സ്നാനമേറ്റ് നിർമ്മല മനസ്സാക്ഷിയോടെ നിന്റെ ആത്മാവിനെ പ്രാപിച്ച് നിന്റെ മകളായി നിന്റെ മകനായി നിന്നെ അനുഗമിക്കണം. ഈ നാടുകളൊന്നിൽ കാകളം ധനിക്കുമെങ്കിൽ എനിക്കും നിന്റെ കൂടെ പറന്നു കിരണം. ഈ അഭിവാഞ്ചാർക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ കാന്തനെ ഉൾക്കൊണ്ടവരാ. പന്തലിനകത്തോ പുറത്തോ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് നടുവിൽ ഈ കാന്തനെ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനോടുള്ള ആ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ രാത്രി കരങ്ങൾ ഉയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. യേശു സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥനാ നിർഭരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് ആ മഹാസാന്നിധ്യത്തിന്റെ സുരവിര നിമിഷങ്ങൾ ഒന്ന് ആനയിക്കപ്പെടാൻ എനിക്കായി ദൈവവൃത്യന്മാർ പ്രാർത്ഥിക്കണമേ. ആ കരസ്പർശം എൻ്റെ മീതെ വരാൻ ഞാനും ആഗ്രഹിക്കുന്നു. ആ ബോധ്യത്തിൽ മനം തകർന്നവരെ മുറിവ് കിട്ടുന്ന ഈ മഹാദൈവത്തിന്റെ സാന്നിധ്യം നമുക്കടുത്തൊന്നറിയാം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. ആർക്കാവശ്യമുണ്ട് പ്രാർത്ഥന? രോഗികൾ, അശനാർ, ദുഃഖിതർ, മനം തകർന്നവർ. ഇതാ മുറിവ് കിട്ടുന്ന കാന്തൻ ലോകം നിന്ദിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ആ മുദ്രമോതിരം ചുംബിച്ചുകൊണ്ട് പറയാ, ഞാൻ നിനക്കുള്ളവളാണ് എൻ്റെ കാന്ത, ഞാൻ നിന്റെയാണ്, ഞാൻ നിന്റെ മാത്രം. കരമുയർത്തി പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില കൂടി കരമുയർത്തുന്നു, പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കാന്തന്റെ തിരുസാന്നിധ്യത്തിന് നടുവിൽ വന്നിരിക്കെ പ്രാർത്ഥിക്കാൻ ലജ്ജിക്കേണ്ട. ഏറ്റവും വിലപിടിപ്പുള്ള ഈ സന്ദർഭം പ്രാർത്ഥന ആവശ്യമുള്ളവർക്കൊക്കെ കരമുയർത്താം. യേശു സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഹര നിമിഷം. യേശു കർത്താവിന്റെ ആ സാന്നിധ്യം, ആ കാന്തന്റെ സാന്നിധ്യം കരങ്ങളെ താഴ്ത്തിയിട. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ അടുത്ത് വരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സന്നദ്ധരായ അങ്ങയുടെ കുഞ്ഞുങ്ങൾ, ഈ പന്തലിനുള്ളിലുള്ളവർ, അതിന് പുറത്ത് ഭവനങ്ങളിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെട്ടവർ, സകലരെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു കർത്താവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു സാന്നിധ്യം വിടുതലാകണം. ക്രിസ്തു സാന്നിധ്യം രോഗശാന്തിയാകണം. ക്രിസ്തു സാന്നിധ്യം തകർച്ചയ്ക്ക് നടുവിൽ ഉദ്ധാരണമാകണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.